Ladies and gentlemen, welcome to yet another episode of Wit Talks. Wit Talks-ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സുസ്വാഗതം. ഞാൻ പറയില്ല. എന്താ ജോൺ അങ്ങനെ? അല്ലെങ്കിൽ ജോൺ സ്വാഗതം പറയണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. ശരിക്കും ജോൺ ഇവിടെ ഇരിക്കണമെന്നില്ല, ആരും ആഗ്രഹിക്കുന്നില്ല. ഞാൻ പ്രത്യേകിച്ചല്ലേ. On that note, on that positive note, നമുക്ക് ഇന്നത്തെ വിഷയമാണ് ടോക്സിക് ടീച്ചേഴ്സ് ആൻഡ് കോർപ്പറൽ പണിഷ്മെന്റ്. ഇതെന്താണെന്ന് നമുക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ താഴെ വന്ന് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ചെയ്യുകയും നമ്മളത് വാക്ക് കൊടുത്തതുകൊണ്ട് അദ്ദേഹം തുടർച്ചയായിട്ട് അനീസേ നിങ്ങളൊരു മര്യാദ കാണിക്കുന്നില്ല, എന്നോട് വാക്ക് പറഞ്ഞിട്ട് തരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ചെയ്തത്. ടോക്സിക് ആയി തുടങ്ങിയപ്പോൾ ഇല്ല കമന്റിൽ തന്നെ ഇതാണ് പുള്ളിക്കാരൻ. കോർപ്പറൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫിസിക്കൽ ആയിട്ടുള്ള അധ്യാപകർ അത് ചെയ്യാത്ത അധ്യാപകരാണ്. ഞാൻ അറിയില്ല. ഒരു കാലഘട്ടത്തിൽ ഇത് ഭയങ്കര അംഗീകരിക്കപ്പെട്ട ഒരു സാധനമായിരുന്നല്ലേ. പാരന്റ്സ് പറയും അടിച്ചോ, ഇവനൊരു 10 അടി കൊടുത്തെന്ന് പറയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നേരെ ഓപ്പോസിറ്റ് ഇപ്പോ അന്നത്തെ PTA മീറ്റിങ്ങിന് വീട്ടുകാർ വന്നിട്ട് പോകുമ്പോ നല്ലത് കൊടുത്തു ടീച്ചറെ, വീട്ടിൽ ചെല്ലുമ്പോ ഞാനും കൊടുത്തോളാം. രണ്ട് സൈഡിൽ നമുക്ക് കിട്ടും. പണ്ടത്തെ പാരന്റ്സിന് ഒരു കഴിവുകേട് പോലെയാണ് അടിക്കാൻ പറ്റൂല എന്നൊക്കെ. ടീച്ചർമാരെ അവര് അടിക്കുന്ന ടീച്ചർമാരൊക്കെ ഉണ്ടാക്കിയിട്ട് പറയും എനിക്ക് ഇവരെ തൊടാൻ പറ്റൂല, എനിക്ക് ഇവന്റെ അടുത്ത് സ്നേഹമാണ്. അതൊക്കെ ഒരു നെഗറ്റീവ് പോയിന്റ് ആണ് പാരന്റിങ്ങിന്റെ. അതുകൊണ്ട് ടീച്ചർ അടിക്കണം. ഞങ്ങളൊരു മാസം 1500 വെച്ച് തരും. നല്ല അറിയണം. എന്റെ വീട്ടുകാരെ കാശും കൂടുതൽ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. ട്യൂഷനൊക്കെ കൊണ്ടുവിടുമ്പോഴത്തേക്ക് ആൾക്കാർ ട്യൂഷൻ ചേർക്കുന്നതിൻ്റെ പല അധ്യാപകരും നൊട്ടോറിയസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നൊട്ടോറിയസ് അധ്യാപകരുടെ അടുത്ത് ട്യൂഷൻ കൊണ്ട് ചേർക്കുക എന്നുള്ളത് ട്രെൻഡായിരുന്നു. നമ്മുടെ അവിടെ തല്ലി പഠിപ്പിക്കുന്ന ട്യൂഷൻ നമ്മുടെ അവിടെ ഇവരൊക്കെ പേടിപ്പിക്കുന്നവർ തന്നെയാണ്. ഞാൻ പോയ അവിടെ ഒരു മാത്സ് ട്യൂഷൻ സാർ ഉണ്ടായിരുന്നു. അങ്ങേരെ ആവശ്യത്തിന് പ്രായമുള്ളൊരു മനുഷ്യനാണ്. അയാൾ കുറേ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ അയാളെന്ന് പറയില്ല, അദ്ദേഹത്തിൻ്റെ വീടാണ് ഒരു ജയറാം ഏതോ സിനിമയിലൊരു റിച്ച് ബിസിനസ്മാനാണ്. അപ്പൊ ആ ജയറാമിന്റെ വീടായി കാണിച്ചിരിക്കുന്ന ഈ സാറിന്റെ വീടാണ്. മനസ്സിലായില്ലേ? പുള്ളി അത്രയും റിച്ചാണ്. എനിക്ക് നോവൽ എന്നാണ് സിനിമ. അപ്പോൾ പുള്ളി അത്ര റിച്ചാണ്. അപ്പോൾ പുള്ളിയുടെ ബേസിക് എന്ന് പറഞ്ഞാൽ പുള്ളി ആദ്യത്തെ 15 മിനിറ്റ് പുള്ളി ഇങ്ങനെ ഫോമിൽ ചോദിക്കും താൻ കൊസ്തിറ്റ എന്ന് പറഞ്ഞ് ചോദിച്ചു. പറഞ്ഞില്ലെങ്കിൽ അടി കിട്ടും. അപ്പോൾ നമുക്ക് മാത്സിലും 11ലും 12ലും കുറേ ഫോർമുല ഓർക്കാനില്ലേ. അപ്പോൾ പുള്ളി ഇങ്ങനെ പെട്ടെന്ന് ഫ്രണ്ടിൽ വന്നിട്ട് ഒരാൾ ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ വിറപ്പിച്ചോണ്ടിരിക്കും. നമുക്ക് അറിയുന്ന സാധനം നമ്മൾ മറന്നുപോയില്ലേ. പിന്നെ പെണ്ണുങ്ങൾ പറഞ്ഞില്ലേ അവര് വേറെ ലെവൽ ഷേമിങ്ങിലോട്ട് പോകും. എന്തായിരുന്നു രാത്രി പരിപാടി? സ്കൂൾ കുട്ടികള് എനിക്ക് ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ട്യൂഷൻ ക്ലാസ് വെച്ചിട്ട് ഒരു കുട്ടിയാണെങ്കിൽ ഈ കുട്ടിയാണെങ്കിൽ ഏതോ ഒരു പെൺകുട്ടി ക്ലാസ്സിൽ ടെക്സ്റ്റ് ചെയ്യണത് പൊക്കി. അതായത് ടെക്സ്റ്റ് ചെയ്യണ പൊക്കി. ഇത്ര കാമ്മക്കടിയാണെങ്കിൽ അച്ഛന്റെ പുറത്ത് കയറി കിടക്ക് എന്നൊക്കെ പറയാം. അതാണ് ഈ സാർ തന്നെയല്ലേ. അല്ല ഇങ്ങനെ തെറിയൊക്കെ വിളിക്കും. അത് അവര് അത്രയും പാരന്റ്സ് അത്ര അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചുകൊണ്ട് ഈ കുട്ടി വന്ന് കംപ്ലൈന്റ് പറഞ്ഞാൽ അവര് സാറിന്റെ കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പഠിച്ച സമയത്ത് ഈ ലവ് റിലേഷൻഷിപ്പിലൊക്കെ ആവുക തന്നെ, അല്ലെങ്കിൽ ആണുങ്ങളുമായിട്ട് സംസാരിക്കുന്നത് തന്നെ ഒരു കൊടിയ പാപമാണ്. അതെ അതെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടുകാരും ഡിസോൺ ചെയ്യും അല്ലേ. അല്ല അതില് പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ റിസ്ക്. എന്നുള്ളൊരു പേര് കിട്ടും, പോക്സ. കന്യാസ്ത്രീകളുടെ അല്ല അവര് സ്ഥിരമായിട്ട് പെൺപിള്ളേരോട് ഒരുങ്ങി കെട്ടി ഇങ്ങോട്ട് വരണേ, അത് കൊതിക്കറുകൊണ്ടാണ്. കോൺട്രവേഴ്ഷ്യൽ ലൈൻ പറഞ്ഞ കന്യാസ്ത്രീകൾ കിട്ടാത്തതിന്റെ കടിയാണ് അല്ലേ. അല്ല എനിക്ക് ഞാൻ തീറ്റിപ്പിക്കയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിച്ചത് ഈ ഗവൺമെന്റ് സ്കൂളിലാണ്. അവിടത്തെ ഈ പറഞ്ഞ കന്യാസ്ത്രീമാര് ഭയങ്കര സാഡിസ്റ്റ് അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. 4ാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിച്ചിട്ടുള്ളൂ. എന്നാലും ഈ ടീച്ചർമാരുടെ മെന്റൽ ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്യണം അല്ലേ. കാരണം അവർക്ക് ഭയങ്കര ഈസി ടാർഗറ്റ്സ് ആണ് പിള്ളേരെന്ന് പറയുന്നത്. അവരുടെ റിപ്രസ്ഡ് സാധനങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റാത്ത പല അത് നീ ഒന്ന് ആലോചിക്കുക. അപ്പൊ നീ ഹോസ്റ്റലിലാണെങ്കിലുള്ള അവസ്ഥ ആലോചിക്കുക. കാരണം നിങ്ങളുടെ ടീച്ചർമാര് നിങ്ങളുടെ കൂടെ ആ കോമ്പൗണ്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഈ പറഞ്ഞ പോലെ ഫാമിലി കൂടെ തന്നെയാണ്. അത് നവോദയ സ്കൂളുകളൊക്കെ തന്നെ ഇരിക്കുന്ന അത്യാവശ്യം ഒരു അകത്തോട്ടുള്ള ഒരു ഏരിയയിലും കൂടെ ആയിരിക്കും. അങ്ങനെ കൊണ്ടുവെക്കുന്ന സ്ഥലത്തിന് ചിലപ്പോൾ വിലക്കുറവായിരിക്കും. ഒരു അത്യാവശ്യം വലിയൊരു കോമ്പൗണ്ട് വേണം ഈ ഒരു സ്കൂൾ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ
വലിയ കണക്ടിവിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കും ചിലപ്പോൾ ഈ സ്കൂളുകളിൽ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് അവർ ഫാമിലിയോടെ താമസിക്കണം. ചിലർ ഫാമിലിയോടെ ആയിരിക്കും താമസിക്കുന്നത്, ചിലർ സിംഗിളായിട്ടായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അവർക്കൊന്ന് വേറെ എക്സ്പ്ലോർ ചെയ്യാനോ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വളരെ കുറവായിരിക്കും പുറത്തൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ഫാമിലിയായിട്ട് താമസിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഭാര്യനോട് ഒരു വഴക്കുണ്ടാക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ദേഷ്യം തീർക്കുന്ന ചിലപ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ മെണ്ടൊക്കെ ഇരിക്കും. അങ്ങനെയുള്ള ഇൻസ്റ്റൻസ് അല്ല, അതിപ്പോ വീട്ടിലായാലും അപ്പനും അമ്മയും തമ്മിലുള്ള വിഷയത്തില് നമ്മളെ ഇരകളാവാറുണ്ട്. അതിന്റെ ബാക്കി ചിലപ്പോ അന്നത്തെ പറഞ്ഞ കേൾക്കാത്തതിനൊക്കെ അതിന്റെ കൂടി ചേർത്തിട്ട് അത് അപ്പന് കിട്ടേണ്ട അടിയാണ്. ഇത് നിന്റെ തന്തയ്ക്ക് വാങ്ങി വെച്ചതാ, നീ പിടിച്ചോ. അത് പക്ഷെ നമുക്ക് അതിന്ന് രക്ഷയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് പിന്നെ ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ചിലപ്പോ അവർക്ക് തോന്നും ഞാൻ ആര് വിഷമം കൊണ്ടാലും വിചാരിച്ചു അന്ന് വൈകുന്നേരം 4 മണിക്ക് 4 പഴംപൊരി. പക്ഷെ പിള്ളേര് സോഫ്റ്റ് ടാർഗറ്റ്സ് ആണ്. അധ്യാപകർക്ക് മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റ് മാത്രമല്ല, അവർക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് അധ്യാപനം എന്നുള്ള സാധനം എസ്പെഷ്യലി ഇന്ത്യയില് ഏറ്റവും പേപ്പറിൽ മാത്രമാണ്, അല്ലാതെ അല്ല ഭയങ്കര ലോവസ്റ്റ് പെയ്ഡ് ജോലി, വൺ ഓഫ് ദ ലോവസ്റ്റ് പെയ്ഡ് ജോലിയാണ് ഇപ്പൊ ഒരു ഇല്ല ഞാൻ പറഞ്ഞ ഗവൺമെന്റ് അല്ല പ്രൈവറ്റിൽ വരുന്ന ടീച്ചർമാർക്ക് 8,000 10,000. അതുമല്ല എല്ലാ പ്രൈവറ്റ് ഫേംസും മനുഷ്യനെ ഒഴിപ്പിക്കലായതുകൊണ്ട് പിന്നെ അവർക്ക് പ്രൊമോഷൻ ഇല്ല, അവർക്കൊരു മോട്ടിവേഷൻ ഇല്ല. അവർക്ക് നല്ലപോലെ ചെയ്താൽ ഈ ജോലിയിൽ എന്ത് അവർ പ്രൊമോട്ട് ആവോ? ഇല്ല. അപ്പോൾ പിന്നെ ഒരുപാട് ടോക്സിക് പ്രിൻസിപ്പൾമാരൊക്കെ ടോക്സിക് ആണ്, അവരുടെ മാനേജ്മെന്റ് ഭയങ്കര ടോക്സിക് ആണ്. പഠിപ്പിക്കലല്ലാണ്ട് വേറെ പല പണികൾ ക്ലറിക്കൽ പണികളൊക്കെ ഇവരുടെ തലയിലിട്ട് കൊടുക്കും. പണിയുണ്ട് ഇവർക്ക് നല്ല സ്ട്രെസ്സും. പിന്നെന്താ ഈ ഒരു 2 മാസം വെക്കേഷൻ കിട്ടും. അത് വെക്കേഷൻ മാത്രമല്ല, സ്കൂളിലാണല്ലോ ഏറ്റവും കൂടുതൽ ഹോളിഡേസ് വരുന്നത്. വേറെ ഏത് ഫാമിലിയേക്കാൾ കൂടുതൽ ഹോളിഡേസ് ഉള്ളത് സ്കൂളിലാണ്. കലണ്ടറിൽ ചോപ്പുള്ള എല്ലാ അവധികളും കിട്ടുമല്ലോ. പിന്നെ ശനി ഞായർ കൺഫേം ആയിട്ട് അവധി കിട്ടും. വെക്കേഷൻ ഒരുപാടുണ്ട്, അവധി കിട്ടും, ഒരുപാട് കിട്ടും എന്നുള്ളതാണ് ടീച്ചർ ജോബിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അട്രാക്ഷൻ. അതെ, എന്തുകൊണ്ട് പിന്നെ ഗവൺമെന്റ് ജോലിയാണെങ്കിൽ അത് നല്ല പെയ്ഡ് ആയിരിക്കും. അധ്യാപകർക്കൊക്കെ എനിക്ക് തോന്നുന്നു നല്ല പേയ്മെന്റ്, അതായത് പ്രൊമോഷൻ വന്ന് ടെസ്റ്റ് ഒക്കെ എഴുതിയ ആൾക്ക് വൃത്തിയായിട്ട് പഠിച്ച് കയറി പോവാണെങ്കിൽ. ഹൈസ്കൂൾ ടീച്ചർക്ക് തന്നെ നല്ല വരുമാനമുണ്ട്. എത്ര നമുക്കറിയില്ലെങ്കിൽ നല്ല വരുമാനം ഉണ്ടെന്നാണ് നമ്മുടെ ടീച്ചർമാർക്കൊക്കെ നല്ല വരുമാനം. ഇപ്പോൾ ഇങ്ങനെ സ്കൂളിൽ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇങ്ങനെ മാനേജ്മെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിന്റെ ഒക്കെ മാനേജർമാരുണ്ടാവും. അവർക്ക് അതിന് കോട്ട് ചെയ്യുന്ന എമൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭീകര എമൗണ്ട്. എനിക്കൊന്ന് 30 ലക്ഷത്തിന്റെ മേലോട്ടൊക്കെ ഇവര് ജോലിക്ക് വരുന്നതിന് കാശ് കൊടുത്തിട്ടാണ് മിക്കവാറും പ്രൈവറ്റ് ഫേമിലെ അധ്യാപകർ എയ്ഡഡ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇൻവോൾവ്. ബാക്കി അല്ലാത്ത ഗവൺമെന്റ് റൺ ചെയ്യുന്ന സ്കൂളല്ല, ഡയറക്റ്റ് ഗവൺമെന്റ് റൺ ചെയ്യുന്ന സ്കൂൾ അല്ലാതെ എയ്ഡഡ് സ്കൂൾ മറ്റേ പ്രൈവറ്റ് സ്കൂൾ രണ്ടിടത്ത് എല്ലായിടത്തും. അതായത് എയ്ഡഡ് അല്ലാത്ത പ്രൈവറ്റ് ഉണ്ടാവുമല്ലോ, ഇത്ര വാങ്ങിക്കത്തില്ലായിരിക്കും. അതായത് മറ്റേടത്ത് ഗവൺമെന്റ് സാലറി വരുന്നു അവിടെ ഈ 30 ഇട്ടാലും തിരിച്ചു പിടിക്കാം. അല്ലാത്തടത്തും പൈസ വാങ്ങിക്കും, കാരണം പൈസ കൊടുക്കാൻ ജോലി എടുത്തുള്ള ടീച്ചേഴ്സ്മാരുടെ എല്ലായിടത്തും അവസാനം ഇതിലാണെന്നാ പറയുന്നത്. ഈ ഗവൺമെന്റിൽ നിന്നൊക്കെ റിട്ടയർ ആയിട്ട് വരുന്ന ടീച്ചർമാരുണ്ടാവും. അവർക്ക് പിന്നെ മുന്നോട്ട് വലിയൊരു സാലറി വേണ്ടി വരില്ല. അവർക്ക് എന്തെങ്കിലും പിന്നീട് അങ്ങോട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ചെന്ന് ജോയിൻ ചെയ്യും. നമ്മുടെ അടുത്ത് അങ്ങനെയുള്ള എല്ലാം ട്യൂഷൻ എടുക്കുക ചെയ്യുന്നത്. ഒത്തിരി റിട്ടയർഡ് അധ്യാപകർ ട്യൂഷൻ എടുക്കുന്നുണ്ട്. വീട്, അതായത് വീടിന്റെ മുകൾ ഭാഗം, വീടിന്റെ ഹോള് ഒക്കെ ഇതാക്കിയിട്ട് വീടിന്റെ കമ്മിറ്റ്മെന്റ് പരിപാടിയാണ്. അതായത് ഒരു സ്ഥലത്ത് പോകാൻ പറ്റൂല, ടീച്ചർ ആവുന്നത് അതോ അല്ല ഈ ട്യൂഷൻ പ്രൈവറ്റ്. ഇവർക്കൊക്കെ സത്യം പറഞ്ഞ ജീവിതത്തിൽ നമ്മൾക്ക് പല ആൾക്കാരും അവർ ജീവിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജീവിക്കുന്നത് ഈ ജോലി ചെയ്യാനും പൈസ ഉണ്ടാക്കാനും ഈ പൈസ ആർക്കോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും വേണ്ടിയാണ് തോന്നാറുണ്ട്. ഇടയ്ക്ക് വർഷത്തിൽ ഒരിക്കലൊക്കെ ആൾക്കാർക്ക് ട്രാവൽ ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളൂ ആവശ്യങ്ങൾ വരുമ്പോഴെന്നുള്ള. പക്ഷെ വർഷത്തിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കത്തില്ല അതൊക്കെ ട്രാവൽ, വേറെ എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടി ട്രാവൽ ചെയ്യണം എന്നുള്ളത് മാത്രമേ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ട്രെൻഡ് മാറി വരും. ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ എനിക്കൊന്ന് വളരെ കുറവാണ്, അറ്റ്ലീസ്റ്റ് നമ്മുടെ അങ്ങോട്ടൊക്കെ. പിന്നെ നമ്മുടെ കാശിന്റെ പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പൊ ജീവിതത്തിന്റെ സമവാക്യം മാറി. ഇപ്പം കുറെ ആൾക്കാർ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരൊക്കെ മാറി വരുന്നുണ്ട്, എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ഏതൊരു പയ്യനൊക്കെ പുള്ളി സ്കൂളിൽ പഠിപ്പിക്കുന്നതൊക്കെ പിള്ളേരായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടും. അതൊക്കെ രസമാണ്. അതിൽ ശിവദർശിനി അല്ലല്ല, ഇത് സ്കൂളല്ല, ഇത് വേറൊരു ടീച്ചർ. അതുപോലെ ഇപ്പൊ അഡ്മിഷൻസിന്റെ സമയത്തൊക്കെ പിള്ളേരെ എല്ലാവരും കൂടി ചെന്ന് റീലൊക്കെ ചെയ്ത്, അതായത് നമ്മുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഫൺ സ്കൂളാണെന്നുള്ള ഒരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഷോയിന്റെ പ്രൊമോഷന് വേണ്ടി മാർക്കറ്റിംഗ് ചെയ്യിപ്പിക്കണം. ഇത് കഴിയുമ്പോ ജോൺ നമുക്ക് 10ാം ക്ലാസ് വരെയുള്ള പിള്ളേർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം, ഇപ്പോഴും സ്കൂളിൽ ഈ പറയുന്ന അധ്യാപകർ ഒരു കാരണമില്ലാതെ തല്ലുന്ന അധ്യാപകർ ഉണ്ടാവുമോ? എന്തായാലും ഉണ്ടാവും.
എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എന്തായാലും പിള്ളേർ ഇപ്പോഴും നല്ല- പറയും മൈരൻ എന്നെ തല്ലിന്ന്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അവന്മാർ കമന്റ് ഇടാം. ഒന്നും വേണ്ട, നിങ്ങൾ ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രോപ്പർ ആക്ഷൻ എടുക്കാനുള്ള നിയമമുണ്ട് ഇപ്പൊ. ആ നിയമം എനിക്ക് എന്തുണ്ട് അല്ലല്ല ഇനി ഇപ്പൊ റിലേറ്റീവ്ലി തല്ലാറില്ല. ഇപ്പൊ തല്ലി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പെടുന്ന പോലെ ഒരു നിയമമുണ്ട്. കോളേജിൽ വരുന്നില്ല അത് അതിനൊക്കെ ശേഷം മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നിയമം മാറിയിട്ടുണ്ട്. എന്റെ ലൈഫിലെ ആ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് കോളേജിലേക്ക് ചെന്നപ്പോ കോളേജ് ഈസ് ലൈക്ക് അണ്ടർ ദ കൺട്രോൾ ഓഫ് പാർട്ടി. യൂണിയനും യൂണിറ്റും ആണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവിടെ പ്രിൻസിപ്പളിനും അഡ്മിനിസ്ട്രേഷൻ വിങ്ങിനും മാനേജ്മെന്റിനും അധ്യാപകർക്കും ഒന്നും റോളില്ല. അവിടെ പാർട്ടി തീരുമാനിക്കും, അതനുസരിച്ച് അധ്യാപകർ പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ HOD ക്ക് ഇതിനെ സമരം ചെയ്യും. സമരം ചെയ്ത് അവസാനം അടുത്തിട്ട് HOD ക്ലാസ് നടക്കാൻ വേണ്ടി HOD റിട്ടയർ ചെയ്ത് പോകും. HOD ട്രാൻസ്ഫർ വാങ്ങിച്ചു പോകും, അല്ലെങ്കിൽ മാറി പോകും. കാരണം അധ്യാപകരെ അടുപ്പിക്കത്തില്ല. ക്ലാസ് നടക്കണ്ടേ, പുള്ളിക്ക് ഒരു മര്യാദയില്ലേ. എത്ര നാളെന്ന് ഞാൻ വരെ HOD ക്കെതിരെ സമരം ചെയ്യുന്നത്. അപ്പൊ HOD അവസാനം ഞാൻ പോകും കളഞ്ഞിട്ട് നീയൊക്കെ അത്രയും സ്ട്രോങ് ആയിരുന്നു അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ. അവരുടെ കൺട്രോളാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഒന്നുകിൽ നമ്മൾ +2 വരെ കണ്ട അധ്യാപകരുടെ കൺട്രോളിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവിടെ അവരുടെ തോന്നിയാസം, അവരെന്ത് കാണിക്കുന്നത് അതാണ് റൂള്. നമുക്കത് ജസ്റ്റിസ് അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ബേസിക് ഫീലിങ്സിനെ പരിഗണിക്കാത്ത ചില പിള്ളേരുടെ അടുത്ത് ടീച്ചർമാർക്ക് ഒരു കടിയുണ്ട്. അങ്ങനെ ഒരു ബാഡ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ടാർഗറ്റ് ചെയ്യുന്ന 2-3 ആൾക്കാരുണ്ട്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമുക്ക് പാവം തോന്നുന്നില്ലേ, ഈഗോയിസ്റ്റിക്, മസോച്ചിസ്റ്റിക്, നാർസിസ്റ്റിക് ഒക്കെ ആയിരുന്നതുകൊണ്ട് നമ്മൾ അതുപോലെയൊക്കെ ടാർഗറ്റഡ് ആയിട്ടുണ്ട്. എന്റെ കേസിലൊക്കെ ആയിട്ടുണ്ട്. ജോൺ ആയിട്ടുണ്ട് അങ്ങനെ. എന്നെ ഞാൻ അറിയൂല. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ സ്കൂളിൽ ചെന്നാലും ക്ലാസ്സിൽ ഞാനൊരു ടീച്ചറിനെ കരയിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. എന്ത് പറഞ്ഞു? ഞാനാണെങ്കില് ഞാനിങ്ങനെ എന്തേലും ചുമ്മാ ചൊറിയൊക്കെ, എനിക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആണല്ലോ, ഞാൻ പഠിക്കുന്ന കുട്ടിയാണല്ലോ. അത് ജപ്പാനിലൊക്കെ എങ്ങനെയാണ് അത് എനിക്കെന്തോ ഇവരെന്തോന്നോ പറഞ്ഞു, ഇങ്ങനെ ഇവര് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇവര് പേപ്പറിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അപ്പൊ ഞാൻ എന്തോ പറഞ്ഞു, ന്യൂസ് പേപ്പറിലാണോ, അതിനുള്ള കുതിര അടിച്ചു. സ്കൂളിൽ ഇതിന്റെ ബാക്കിലൊക്കെ എന്തെങ്കിലും കാണും, ബീഫ് ഉണ്ടാകുന്ന അധ്യാപകരുണ്ടാവില്ല. അങ്ങനെ ഏതോ ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഞാനിങ്ങനെ ഓസ്ട്രേലിയ പോവാണ് എന്തോന്നോ കോഴ്സ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞപ്പോ ആരും വിളിച്ചു, ടീച്ചർ ബസ്സിലാണോ പോകുന്നത്? അതിന് കരഞ്ഞു. അങ്ങനെ കരഞ്ഞില്ല. ഞങ്ങളുടെ എന്റെ സ്കൂളിൽ അപ്പുറത്തെ B.Ed കോളേജ് ഉണ്ട്. അപ്പൊ അവർക്ക് ട്രെയിനിങ് ടീച്ചർമാർക്ക് ഇങ്ങോട്ട് വരണം. എന്റെ ക്ലാസ്സിലിരിക്കണം കുറെ പിള്ളേർക്ക് ഈ ടീച്ചറുടെ പ്രായമുള്ളവരുണ്ട്. ഏകദേശം അതിനോടൊപ്പം പ്രായം വരും. എന്നിട്ട് ഇവര് വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞ് ഇവന്മാര് നോക്കി ഊറ്റിയെടുക്കും. അതിന്റെ ടീച്ചർമാര് ഇങ്ങനെയൊക്കെ ക്ലാസ് എടുക്കണേ. അവസാനം മിക്കതും കരഞ്ഞിട്ട് പോവാ. മോഡൽ ബോയ്സില് B.Ed ട്രെയിനിങ്ങിന് ടീച്ചർ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ബയോളജി ഒക്കെ എടുക്കാൻ വരണം. അതാണ് 8ാം ക്ലാസ് ബയോളജി ഒക്കെ എടുക്കാൻ. നമ്മളിന്ന് സ്കൂളിൽ ബയോളജി ആ റീപ്രൊഡക്ഷൻ വരുമ്പോ ടീച്ചർ ക്ലാസ്സിൽ പോലും വന്നിട്ടില്ല. അല്ല, നമ്മൾ സെൽഫ് സ്റ്റഡി എന്ന് പറയും. എന്നിട്ട് ഓരോരുത്തർ ഓരോ പാരഗ്രാഫ് വെച്ചിട്ട് വായിക്കുക. അതായത് ഒരാൾ വരുന്നു ക്ലാസ്സിന് ഫ്രണ്ടിൽ നിന്നിട്ട് ഒരു പാരഗ്രാഫ് വായിക്കുന്നു. അങ്ങനെ ആൾക്കാർ ടേൺ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞ ടീച്ചർ മുങ്ങിക്കളി. ഇത് എല്ലാറ്റങ്ങളും കരയും. എന്താന്ന് ചുറ്റങ്ങൾ വടിയെടുത്ത് അടിക്കാനുള്ള ഇതില്ല. ഈ ട്രെയിനിങ് ടീച്ചർമാർക്ക് ചൂരിലെടുത്ത് അടിക്കണ അധികാരമില്ല. ആ സാധനം ലാത്തി ചാർജുകൾ ഇത് കൊടുത്തിട്ടില്ല. പിന്നെ അവർ പഠിച്ച് ഇറങ്ങണല്ലേ ഉള്ളൂ. അപ്പൊ അവർക്ക് അത്രയ്ക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ല. 4 ആൺപിള്ളേര് ആണുങ്ങൾ മാത്രമുള്ള ഒരു ഇതിൽ വന്നിട്ട് പഠിപ്പിക്കുമ്പോ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങും. കമന്റ് അടിയൊക്കെ ഉണ്ട് ക്ലാസ്സില്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോ കുട്ടികള് കരഞ്ഞിട്ടൊക്കെ പോകും. അങ്ങനെ ഈ ഒരു സാധനം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ജനറലി നമ്മൾ ഈ ട്യൂഷന് കൊണ്ട് അടുപ്പിക്കുന്നതും ഒക്കെ, അല്ലെങ്കിൽ റാഗിങ് തന്നെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പോയിന്റ്, ആൾക്കാർ ജസ്റ്റിഫൈ ചെയ്ത് പറയുന്ന പോയിന്റാണ്. ഇതേപോലത്തെ ഉള്ള ഹാർഡ് ട്രീറ്റ്മെന്റ് കിട്ടിയാലേ നമ്മൾ ലോകത്തിന് റെഡി ആവുള്ളൂ. അതായത് ശരിയാണ് അങ്ങനെ ഒരു പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ കുറച്ച് പിള്ളേരെയൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു സാധനത്തിന്റെ കുറവുണ്ട്. അതായത് ഇതിനൊരു ഫൈൻ ലൈൻ വരയ്ക്കാൻ നമുക്ക് പറ്റുന്നത്. ഇപ്പൊ നമ്മൾ അടിച്ച് നമ്മളെ വളർത്തി, നമ്മളെ അടിച്ച് വളർത്തി. ഇപ്പൊ സ്കൂളിൽ അടി ഉണ്ടാവില്ല, അടിച്ച ടീച്ചർക്ക് ഒരു കേസ് വരും. പക്ഷെ ഇത് രണ്ടും പ്രശ്നമാണ്. അതായത് ഇങ്ങേ നമുക്കത് ഒന്നുകിൽ ആശാൻ അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്ന് പറയുന്ന സാധനമേ ഉള്ളൂ. അതുപോലെ ആണെങ്കിൽ നമ്മൾ ബുള്ളിങ്, നമ്മുടെ കാലഘട്ടത്തിൽ ബുള്ളിങ് ഭയങ്കര കോമൺ ആയിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ അത് ഭയങ്കര പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അങ്ങനെ പറഞ്ഞാൽ അത് വലിയ തെറ്റാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് ഇങ്ങനെ സാധനം എവിടെയെങ്കിലും കേട്ടാൽ തന്നെ ആൾക്കാർ
ഡിപ്രസ്ഡ് ആവുക, ആത്മഹത്യ ചെയ്യുന്ന സിറ്റുവേഷൻ. നോർമൽ ലോകത്തേക്ക് ഇറങ്ങുമ്പോ ബാലൻസ് ഉണ്ടാക്കാൻ വലിയ പാടാണ്. അതായത് നമുക്കിത് അടിക്കണമെന്ന് പറയാനും പറ്റത്തില്ല, അടിക്കരുതെന്ന് പറയാനും പറ്റത്തില്ല. അതായത് അധ്യാപകരെ അടിക്കുന്ന പിള്ളേർ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ജെൻസി വാവ ചെയ്യാനുള്ള കാരണം ആ സമയത്തുണ്ടായ പ്രശ്നങ്ങളൊന്നും ഹയർ സെക്കൻഡറി പൊളിക്കളയും പ്രിൻസിപ്പളിന്റെ അടുത്ത് പുറത്തിറങ്ങി വാടാ നിന്നെ പൊളിക്കളയും എന്ന് പറയുന്ന വീഡിയോസ് വൈറലാവുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരികയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ ന്യൂ ജനറേഷൻ വയലൻസിനെ പറ്റി സംസാരിച്ചത്. മുമ്പുണ്ടായിട്ടുണ്ടല്ലേ? സനതാ പറഞ്ഞ ഇതിനെ ഇപ്പൊ നമുക്ക് അഴിച്ചു വിടാനും പറ്റത്തില്ല, പിടിച്ചു കെട്ടാനും പറ്റത്തില്ല സിറ്റുവേഷനാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇത് രണ്ട് കൂട്ടരും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന സംഭവം വേണ്ടത്. ഒന്നും അല്ലാണ്ട് ഈ പറഞ്ഞ സാധനം കൊണ്ടുപോകണം എന്നുള്ളതാണ്. അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതല്ലേ ഈ മനുഷ്യന്മാരുടെ കുഴപ്പം. അതാ ഇവന്മാര് ഒന്നുകിൽ ഇങ്ങോട്ടും അങ്ങോട്ടും നീക്കത്തുള്ളൂ. ഇപ്പൊ നമ്മൾ പറയത്തില്ല ഒരു റിലേഷനകത്ത് ഒരാൾ അയച്ചു കൊടുക്കാന്ന് വെച്ചാൽ മറ്റേ മണ്ടയ്ക്ക് കയറും. കാരണം ഈ റിലേഷൻ പോകുന്നത് ഡൊമിനൻസിലാണെന്നാണ് ആൾക്കാരുടെ വിശ്വാസം. എല്ലായിടത്തും ഇവരുടെ വിശ്വാസം അതാ. ഞാൻ ചോദിക്കുന്നത് അധ്യാപകരുടെ വിശ്വാസം ഞാൻ ചവിട്ടി പിടിച്ചില്ലെങ്കിൽ ഇവര് നന്നാവും, ഇവരിത് നമ്മൾ കുനിഞ്ഞു കൊടുത്ത് ഇവര് നമ്മളെ തലയിൽ കയറുന്നുള്ള വിശ്വാസം ഇത് കൊടുക്കണം. അല്ലാതെ ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകുന്ന സിസ്റ്റമാണ്. ഇവരെ പഠിപ്പിക്കാനും ഞാൻ പഠിക്കാനും ഇത് രണ്ടുപേരും കൈകോർത്ത് മുന്നോട്ട് പോകേണ്ടതാണെന്നുള്ള വിശ്വാസം സെറ്റപ്പ് നമുക്ക് അറിയത്തില്ലെന്നുള്ളതിന്റെ കുഴപ്പം. പക്ഷെ അല്ലാത്ത നല്ല ടീച്ചർമാരില്ലേ? അതായത് നന്നായിട്ട് പഠിപ്പിക്കുമ്പോൾ ക്ലാസ് തന്നെ അവരെ ഫോളോ ചെയ്യുന്നത് അല്ലേ? അല്ല നമ്മൾ മറ്റു സാധനം മാത്രം പറയാൻ ഇരിക്കുന്നത്. കാലം പഠിച്ചിട്ടും നമുക്ക് ഇഷ്ടമുള്ള അത് അവര് നമ്മളോട് പെരുമാറുന്ന രീതിയിലല്ല പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്ന ടീച്ചർമാരെന്ന് പറയുന്നില്ലേ, അത് വളരെ കുറച്ചുള്ളൂ. അവരോട് കുട്ടികൾക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. ചില സംഭവങ്ങളിലല്ലോ ഒരു ടീച്ചർ നന്നായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വിഷയത്തിനോട് ഇൻട്രസ്റ്റ് വരും. നമ്മുടെ എൻ്റെ അധ്യാപകരെല്ലാവരും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. ഞാനിപ്പോൾ ഇത്രയും കുറ്റം പറഞ്ഞെങ്കിലും എനിക്ക് ആരെയെ പറ്റി പരാതിയില്ല. ഒന്നാമത്തെ കാര്യം. കാരണം എൻ്റെ എല്ലാ അധ്യാപകരും ഒട്ടുമിക്ക അധ്യാപകരും എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പോഴും നമുക്ക് കോണ്ടാക്റ്റ് ഉള്ള, നമ്മൾ കാണുമ്പോൾ ആ ഫ്രണ്ട്ലി റിലേഷൻ ഉള്ള ആളാണ്. പക്ഷേ ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ നല്ല അധ്യാപകനെ കണ്ടിട്ടില്ല. അത് പറയുമ്പോൾ അവർക്ക് വിഷമമാവും. പക്ഷേ അസ് എ ടീച്ചർ അവരെന്താണ് ആവേണ്ടത്? അത് അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഭയങ്കര നല്ല അമ്മയാണ്, ഭയങ്കര നല്ല ഫ്രണ്ടാണ്, പക്ഷെ നല്ല ടീച്ചർ. എന്താണ് ഒരു നല്ല ടീച്ചർ എന്ന് പറഞ്ഞാൽ? എന്താണ് നിങ്ങൾക്ക് ഈ പറഞ്ഞത്? ആരും പഠിപ്പിക്കുമ്പോൾ ആ വിഷയം നമുക്ക് മനസ്സിലാക്കണം, വിഷയത്തിനോട് നമുക്ക് താല്പര്യം ഉണ്ടാവണം. ഇവരതിന് ക്വാളിഫൈഡ് ആണെന്ന് നമുക്ക് തോന്നുന്നു. ഇത് പഠിപ്പിക്കാൻ ക്വാളിഫൈഡ് ആണ്. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, മാർക്കറ്റിംഗ് സെയിൽസും വർക്കാവണേ നമ്മൾ ആ പ്രോഡക്റ്റിൽ ബിലീവ് ചെയ്യണം. അതായത് നമുക്ക് താല്പര്യമുള്ള, ഇപ്പം ഞാനിപ്പോൾ എനിക്കൊരു താല്പര്യമുള്ള വിഷയത്തിനെ പറ്റി സംസാരിച്ചാൽ എനിക്ക് എനർജി കാണുള്ളൂ അത് കൺവേ ചെയ്യാൻ. അതേപോലെ ഈ ടീച്ചർമാർ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അവർ ബയോളജി എടുക്കാം അല്ലെങ്കിൽ കെമിസ്ട്രി എടുക്കാം എന്ന് വിചാരിച്ചിട്ട് വരുന്നതല്ല. ആ ഒരു ഫ്ലോയിൽ പോകുമ്പോൾ അവർ പഠിച്ച ആ ഒരു പാത്തി വരുന്നതാണ്. ഇന്ത്യയിൽ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം അതാണല്ലോ. ആരും പ്രൊഫഷൻ എത്തുന്നതാ പലരും പല സിറ്റുവേഷനും ഫംഗ്ഷനും ഫോളോ ചെയ്യുമ്പോഴാണ്. അല്ലാതെ ഇന്നതാവണം എന്ന് പറഞ്ഞു പോകുന്നതിനൊക്കെ വളരെ കുറവാണല്ലോ. കാരണം പിന്നെ ഇപ്പൊ എന്താവണമെന്നൊരു ധാരണയില്ലാത്ത ആൾക്കാർ മാത്രം ടീച്ചർ ആകുക എന്ന് പറയുകയാണെങ്കിൽ ടീച്ചർമാരുടെ എണ്ണം ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ ആക്കാനും പറ്റത്തില്ല. കാരണം ഇവിടെ ആരും അതല്ലല്ലോ ആവുന്നത്. പിന്നെ എങ്ങനെ? അതായത് ഇപ്പൊ ഒരു പ്രൊഫഷനിൽ മാത്രം അതിന് പറ്റിയ ആൾക്കാർ വരാൻ വേണ്ടി ഒരു ഫിൽട്രേഷൻ വരില്ല. നമ്മളിവിടെ ഭരിക്കുന്നവർ പോലും അതിന് ക്വാളിഫൈഡ് അല്ലാത്തവരാണ് ഭരിക്കുന്നത്. അപ്പൊ പിന്നെ സിസ്റ്റത്തിന് താഴെ ഉള്ളിടത്ത് ക്വാളിഫൈഡ് അല്ലാത്തവരെ വന്ന് കയറത്തുള്ളൂ. ഇങ്ങനെ ഈ സിസ്റ്റം പോകത്തുള്ളൂ. സിസ്റ്റം എനിക്കുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ പഠിപ്പിച്ചതിൽ കുറച്ച് ടീച്ചർമാര് പ്ലസ് ടുവിലൊക്കെ ഇലക്ട്രോണിക്സ് പഠിപ്പിച്ച ജിഷ ടീച്ചറൊക്കെ. ആ ടീച്ചർ ഭയങ്കര, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടീച്ചർ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ലെക്ചർ നോട്ട് എഴുതണമെന്ന് പറയും. വെറുതെ കൈയും കെട്ടി നീരുന്ന് അവിടെ നിന്ന് കേട്ടാൽ പോരാ, പോയിന്റ്സ് എഴുതണം. അതിന് ആ ക്ലാസ്സിൽ എല്ലാവർക്കും ഈ പറഞ്ഞ് പഠിപ്പിച്ച വിഷയം മനസ്സിലായിണ്ടാവണമെന്ന് നിർബന്ധമുള്ള ആ ഒരു ഇത് കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ പഠിപ്പിച്ച സാധനം കംപ്ലീറ്റ്. അപ്പൊ ഇടയിൽ നിന്ന് റാൻഡം ആൾക്കാരോട് ലെക്ചർ നോട്ട് കാണിച്ചു കൊടുക്കാൻ പറയും. നീ മനസ്സിലായത് എന്താ എഴുതിയെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പറയും. അതിങ്ങനെ നല്ല സ്പീഡ് ഫുള്ളൊന്നും എഴുതണ്ട, എന്തെങ്കിലും പോയിന്റ്സ് എങ്കിലും വേണം എന്നുള്ള ഒരു സാധനമൊക്കെ പറഞ്ഞ് എഴുതിക്കും. ഈ കുറച്ച് നീ എന്നോട് ചോദിച്ചില്ലേ, അപ്പൊ നീ ഒരു മണ്ടക്കുട്ടി ആയതുകൊണ്ടാണെങ്കിൽ ഞാനൊരു മണ്ടക്കുട്ടി ആണെങ്കിലും ആ അധ്യാപകൻ അതെന്നെ പഠിപ്പിക്കുന്നിടത്താണ് അയാൾ അധ്യാപകനാണ്. അല്ലാതെ ക്ലാസ്സിലെ ടോപ്പർ എന്നും ടോപ്പറായിട്ട് നിൽക്കുന്നതിന് അധ്യാപകന്റെ ആവശ്യം അവൻ തന്നെ പഠിച്ചോളൂ. നീ ട്യൂഷന് പോയിട്ട് പഠിക്കില്ലേടാ? ഞാനത് ജനറലി പറഞ്ഞ. ഇപ്പൊ ഞാൻ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബുദ്ധിമാനാണ്. പക്ഷെ ആരെ പഠിപ്പിക്കാൻ അധ്യാപകൻ അത്. അതായത് നമുക്ക് എപ്പോഴും അറിയാം ആ ക്ലാസ്സിൽ നിന്ന് SSLC ഫസ്റ്റ് റാങ്ക് വന്നത്, ആ ക്ലാസ്സിൽ നിന്ന് SSLC ഫസ്റ്റ് റാങ്ക് വന്നെങ്കിൽ ആ ചെറുക്കൻ വീട്ടിൽ പോയത് പഠിച്ചിട്ടായിരിക്കും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. എല്ലാവർക്കും കിട്ടണ്ടേ അതിനോട് ചേർന്നൊരു സാധനം. ആ ക്ലാസ്സിന് ആദ്യത്തെ 50 റാങ്ക് വരുമ്പോഴല്ലേ അധ്യാപകന്റെ സ്കൂളിലെ എടുക്കാവുന്നത്. ആ സ്കൂളിൽ നിന്ന് വന്നെങ്കിൽ ആ ചെറുക്കൻ എക്സ്ട്രീംലി ബ്രില്യന്റ്, അവന്റെ വീട്ടിൽ തന്നെ നല്ല അടുപ്പിച്ച് പഠിപ്പിക്കുകയും അവനിത് കാണാതെ വിഴുങ്ങിക്കൊണ്ട് ഛർദ്ദിക്കുന്നവനായിരുന്നു. കാരണം അങ്ങനെ ആ റാങ്ക് കിട്ടുന്നത്. അല്ലാതെ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ അറിഞ്ഞ് പഠിക്കുന്നവനും അറിഞ്ഞ് പഠിപ്പിക്കുന്നവരും ഇല്ലെന്നുള്ളതാണ് ഇവിടുത്തെ കുഴപ്പം.
രണ്ടും അധ്യാപകർ മാത്രമല്ല ഞാൻ പറയുന്നത്. പഠിക്കാൻ താല്പര്യമുള്ളവൻ എവിടെയും പഠിക്കും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ലല്ലോ നമ്മുടെ അവിടെ ഉള്ളത്. പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ പഠിക്കണം. അങ്ങനെയല്ല, പഠിക്കാൻ താല്പര്യം മാത്രമുള്ള വിഷയമൊക്കെ പഠിച്ചു പോകണമെങ്കിൽ നമ്മളൊക്കെ നല്ലത്. ജോൺ ജോക്കിയൊക്കെ ഏറ്റവും ബെസ്റ്റ് പരിപാടി പറഞ്ഞാൽ ഹോം സ്കൂളിംഗ് ആയിരുന്നല്ലേ. അത് തന്നെയാ ചെയ്തോണ്ടിരുന്നത്. പണ്ട് തൊട്ടേ തല്ലി പഠിപ്പിക്കുന്നത്. ഞാൻ സ്കൂളിൽ പോകും, അത് കഴിഞ്ഞ് ക്ലാസ്സിലേ കയറത്തുള്ളൂ. പണ്ട് തൊട്ടേ ഈ പഠിപ്പികളെ കളിയാക്കുക, മനസ്സിലായി? പഠിച്ച് നന്നാവണം എന്ന് ആഗ്രഹമുള്ളവന്മാരെ തളർത്തി കളയുക. സത്യം. അങ്ങനെ 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 ഇതൊരു പഠിക്കുന്നത് ഒരു മോശം കാര്യമായിട്ട് ചിത്രീകരിക്കുന്നു. ഒരു കൾച്ചർ ഉണ്ടായി വരുന്നുണ്ട്. അത് ഇതാണ് പണ്ടേ അങ്ങനെയാണ്. പണിയെടുത്ത അല്ല, പഠിക്കുന്നവൻ മൊണ്ണയാണെന്നുള്ളത് അങ്ങനെയല്ല, പഠിക്കുന്നവരിലെ മൊണ്ണയായിരുന്നു കളിക്കണം. അത് എന്നും രാവിലെ ഫ്രണ്ടിൽ പോയി ഇരുന്ന് കണ്ണാടിയും വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്ത് ഇരുന്നിട്ട് സാർ സാർ ഇങ്ങനെ പറയുകയും നമുക്ക് ഈ ഫ്രീ പീരീഡ് ആണ് നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴത്തേക്ക് ഓടിപ്പോ മാക്സ്മേസ് ഇന്ന് ഫ്രീ പീരീഡ് ആണ് എന്ന് പറയുകയും വിളിച്ചോണ്ട് ഒരു കാര്യമില്ല സാർ ഞാൻ എഴുതി കഴിഞ്ഞു, ഇവർ എത്ര ഷോ കാണിക്കുന്നു, നീ പഠിക്കുന്നേ പഠിച്ചോ. നമ്മളും പഠിക്കും, നമ്മൾ പുറകെ അലമ്പും ചെയ്യും, 50-47 വാങ്ങിക്കുകയും ചെയ്യും. അവന് 49 കിട്ടും, ഫ്രണ്ട് ഇരിക്കും, ഇത്ര അലമ്പാണ് പരിപാടിക്ക് വരത്തില്ല. നമുക്ക് 50-47 കിട്ടും. അപ്പൊ നമ്മള് എന്നെ ആൾക്കാർ കുറ്റപ്പെടുന്ന ടീച്ചേഴ്സ്, നീയൊക്കെ ഇങ്ങനെ നടന്നിട്ട് നീ പഠിക്കും, നിന്റെ കൂടെയുള്ളവൻ പഠിക്കത്തില്ലെന്ന് എനിക്കുള്ള ആരോപണം അതായിരുന്നു. അപ്പൊ എന്നോടും എന്നെ കമ്പയർ ചെയ്ത് മറ്റൊരു അവനെ കണ്ട് പഠിക്കും, അവൻ എല്ലാ അലമ്പിനും. അത് ഭയങ്കര തല്ലിപ്പൊളിയാണ്. ഇവനെ കണ്ട് പഠിക്കുന്ന പറയുന്നതിലും ദേഷ്യമുള്ള ഒരു പരിപാടി വേറെ ഇല്ല. കമ്പാരിസൺ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി അധ്യാപകർക്ക് മാത്രമല്ല, പാരന്റ്സ് പറഞ്ഞാലും അത് മോശമാണ്. ഞാൻ മീറ്റ് ചെയ്ത കുറച്ച് ഒരു സ്കൂളുണ്ട്, ഫ്രീ തിങ്കിങ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ജെ കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലോസഫറിന്റെ ഫിലോസഫി ബേസ്ഡ് ആണ്. അപ്പോൾ ഈ ജെ കൃഷ്ണമൂർത്തി കണ്ടിട്ടുണ്ട്? ജെ കൃഷ്ണമൂർത്തി അല്ല, അയാൾ യൂട്യൂബിലൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ കുറേ അയാളിങ്ങനെ സംസാരിക്കുന്ന വീഡിയോ ഉണ്ട്. അയാളുടെ ബേസിക് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഒരു അൺനെസസറി സാധനമാണ്. കോമ്പറ്റീഷൻ കംപ്ലീറ്റ്ലി അൺനെസസറി ഒരു സാധനമാണ്. മനുഷ്യന്മാർക്ക് കമ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ അത് റിയലൈസ് ചെയ്യാതെ നമ്മൾ ഇപ്പോഴും ജീവിക്കുവാണെങ്കിൽ മണ്ടത്തരമാണ്. കാരണം അതിനാണല്ലോ ഹ്യൂമൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിട്ടും ഇപ്പോഴും നമ്മൾ പണ്ടത്തെ ആ സ്കാർസിറ്റിയിൽ നിൽക്കുകയാണ്. അതായത് എനിക്കൊരു സാധനം വേണമെങ്കിൽ ഞാൻ നിൻ്റെ നിന്ന് വലിച്ചെടുത്താലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അത് വളരെ മണ്ടത്തരമാണ്. അപ്പോൾ ഈ ഫ്രീ തിങ്കിങ് സ്കൂളിൽ പരീക്ഷയില്ല. അവരിപ്പോൾ ഓട്ട മത്സരം നടത്തുക തന്നെയാണെങ്കിൽ അതിലൊരു വിന്നറില്ല, മനസ്സിലായില്ലേ? അതായത് പുള്ളിക്ക് ഒളിമ്പിക്സ് നടത്തി നല്ല രസമായിരിക്കും. അല്ല, ഞാൻ ഈ ഓടണതിന്റെ പർപ്പസ് എന്താണ്? അവ ഓടുന്നത് ഇഷ്ടപ്പെടുന്നോണ്ട് അവ ഓടട്ടെ. ആർക്കും ഇഷ്ടപോലെ ഓടാൻ ഇഷ്ടമുള്ള ആൾക്കാർ പറയുന്ന പോയിന്റ് നമ്മൾ അങ്ങനെ സബ്ജക്റ്റീവായിട്ട് ഒളിമ്പിക്സ് നിർത്തണം എന്ന് നീ ചോദിക്കുക. അതിനാണ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് അതിന്റെ മറ്റേ കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതായത് നിങ്ങളൊരു റേസിലാണ്, എല്ലാവരും ഓടി നമ്മൾ ഫസ്റ്റ് എത്തണം. എല്ലാവരും ഫസ്റ്റ് എത്തേണ്ട കാര്യമില്ല, എല്ലാരും കാര്യമില്ല, എല്ലാരും എഞ്ചിനീയർ ആവണ്ട. യുവജനോത്സവം മറ്റേ ഇതൊക്കെ നടത്തുന്നത് അതൊക്കെ ഗ്രേസ് മാർക്കിന് അങ്ങനെ വോളണ്ടറി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. അതല്ലല്ലോ അവിടെയും ചെയ്യുന്നത്. മാർക്ക് കിട്ടാൻ വേണ്ടി ഒരു കുട്ടീനെ കൊണ്ട് സ്റ്റഫ് ചെയ്ത് കയറ്റ ഒരു 5 ഐറ്റത്തില്. ഇത് എങ്ങനെയാ ഇതിനോട് എനിക്ക് ഓട്ടംന്നുള്ളതിനോടും കുച്ചിപ്പുടിയോടും ഒക്കേത്തിനോടും കൂടി ഒരു താല്പര്യം തോന്നിയിട്ട് ഇത് വേറെ അങ്ങനെ ഉണ്ടാവും അല്ല, ഇത് എല്ലാം കൂടി ഒരുത്തന്നെ ഇങ്ങനെ 6 മാസം കൊണ്ട് പുഴുങ്ങിയെടുത്ത് അത് പറ്റുന്ന ആൾക്കാരുണ്ടാവും. എന്റെ ചേച്ചി കലാത്തിലൊക്കെ ആയിരുന്നു, സ്റ്റേറ്റ് കലാത്തിലൊക്കെ ആയിരുന്നു ചേച്ചി. കുച്ചിപ്പുടി, മോഹിനിയാട്ടം, അങ്ങനെ 4-5 ഇവന്റിൽ ചേച്ചിക്ക് ഡാൻസ് പാഷനായിരുന്നു. പക്ഷെ അതിന്റെ ഒരു വളരെ മോശം കോമ്പറ്റീറ്റീവ് സൈഡ് മോശം തന്നെയാണ്. അതായത് ചേച്ചി വോളണ്ടറി ആയിട്ട് സൈനപ്പ് ചെയ്യാൻ ജയിക്കുമ്പം സന്തോഷം തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ചേച്ചി അതിൽ കുറച്ച് ഫസ്റ്റ് വരാനുള്ള കാരണം ചേച്ചിക്ക് അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യം അല്ലാത്തതുകൊണ്ടായിരുന്നു. അതായത് ചേച്ചിക്ക് ഇത് ജെനുവിൻലി ചേച്ചി എൻജോയ് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് ചേച്ചി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തത്. അല്ലാതെ ചേച്ചി ഒരിക്കലും അതാണ് ഞാൻ ഈ എൻട്രൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഫസ്റ്റ് ആവണം എന്ന് ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും ആവണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടില്ല, സത്യം പറഞ്ഞു അല്ലേ. പക്ഷെ അത് ഞാൻ ജെനുവിൻലി എൻജോയ് ചെയ്യുമായിരുന്നു. ഞാൻ ഈ MCQ സോൾവ് ചെയ്യുന്ന സാധനം ഞാൻ ജെനുവിൻലി എൻജോയ് ചെയ്തു. ഞാൻ എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അത്ര എഫേർട്ട് ഇടുമായിരുന്നു. എനിക്കതൊരു ത്രില്ലുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സാധനം ഫിഗർ ഔട്ട് ചെയ്യുക, അതായത് എനിക്കിഷ്ടമുള്ളൊരു കാര്യം എന്താണ്, അങ്ങനെയൊക്കെ ഫിഗർ ഔട്ട് ചെയ്താലേ നമുക്കിഷ്ടമുള്ളൊരു കാര്യം വേണം. പിന്നെ ഇഷ്ടമുള്ളൊരു കാര്യത്തിൽ നമ്മൾ ഒരു ലെവൽ ഓഫ് കുറച്ച് സക്സസ് അച്ചീവ് ചെയ്യണം. അതായത് അതിൽ നമ്മളൊരു ബെറ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഈ സ്കൂളുകളുടെയും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയും പ്രശ്നം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഒരു ബൈ ഡിഫോൾട്ട് ഒരു സാധനമാണ്. അതായത് എനിക്ക് ഒന്നെങ്കിൽ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് അല്ലെ, രണ്ടുപേർക്ക് ഫസ്റ്റ് റാങ്ക് ആവാൻ പറ്റൂല. പക്ഷെ ജീവിതത്തിൽ എന്നുവെച്ചാൽ ഈ മാർക്ക് വെച്ചിട്ട് ആൾക്കാരെ കമ്പയർ ചെയ്യുക,
ആ സാധനമാണ് ഇപ്പോഴും ഒരു ലെവൽ ഓഫ് നീ ഇഷ്ടപ്പെടുന്ന എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ കഴിവിനെ ആ രീതിയിൽ നർച്ചർ ചെയ്യുന്ന ലെവലിലുള്ള വിദ്യാഭ്യാസ സിസ്റ്റം ഇപ്പൊ ഉണ്ടോ? അന്നില്ലായിരുന്നു. അതായത് ഇപ്പൊ ഇങ്ങനെ പല പല പാഠ്യ രീതികളുണ്ട്, അങ്ങനത്തെ സ്കൂളുകളുണ്ട് ചിലത്. അല്ല അങ്ങനത്തെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഫ്രീ തിങ്കിങ് സ്കൂള് കുറെ സ്കൂളുകളിൽ ഇപ്പൊ പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ട്. പരീക്ഷയില്ല ഇപ്പൊ തന്നെ CBSE തോക്കൂലല്ലോ. CBSE തോക്കൂലേ? സ്റ്റേറ്റിലും തോക്കൂലല്ലോ. ഒരു ക്ലാസ് വരെ അതുവരെ ആരും തോക്കൂല. 10 തോക്കണമെങ്കിൽ അവർ എന്തെങ്കിലും കാര്യമായിട്ട് അത്ര വർക്ക് ചെയ്യണം. അല്ല നീ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരുത്തനൊരു 10-25 കൊല്ലം ഇതിന് 10-25 കൊല്ലം ഒന്നുമില്ല, എത്ര കൊല്ലം പഠിക്കുന്നത് നമ്മള്? 12 15 തൊട്ട് 18 വർഷം വരെയാണ് നമ്മുടെ ഒരു 20 വയസ്സ് 22 വയസ്സ് വരെ നമ്മൾ ഈ പറഞ്ഞ പരിപാടിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടും അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താന്ന് അറിയണില്ല, എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റണില്ല. എനിക്ക് അന്വേഷിക്കണം. അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഡിഗ്രി എന്തെങ്കിലും ഒരു ഡിഗ്രി എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഒക്കെയാണ് നമ്മൾ ഇപ്പൊ കുറെ ഒക്കെ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് നമുക്കൊരു ഗൈഡൻസ് അപ്പൊ ഉള്ളൂ അല്ലേ? അതായത് തെളിച്ച വഴിയെ പോകുന്ന പരിപാടി, മുമ്പ് ആരൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് അത് കണ്ട് അതിന്റെ പുറകെ അങ്ങ് പോവാ, ഒരു ഹേർഡ് മെന്റാലിറ്റി അല്ലേ? വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇതില് മഹർഷിമാരും ഒന്നും പറഞ്ഞു ഇതിപ്പോ ആത്മപരിശോധന തുടങ്ങിയല്ലേ? അല്ല, ഇന്ത്യയിൽ അത്രയും ആൾക്കാരുണ്ട്, ഈ കോമ്പറ്റീഷൻ അല്ലാത്തൊരു സിസ്റ്റം ഇന്ത്യയിൽ പറ്റൂലല്ലോ അല്ലേ? ഇപ്പോ എന്തൊരു സാധനത്തിന് കോമ്പറ്റീഷൻ എപ്പോഴും ഉണ്ടാവും, നമ്മൾ എന്തിൽ കയറിയാലും ഉണ്ടാവും. പക്ഷെ നമ്മൾ കോമ്പറ്റ് ചെയ്യേണ്ട ഫീൽഡിലാണോ നമ്മൾ ഉള്ളത് എന്നുള്ളതാ. അത് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മള് ഈ ഇന്ന മേഖലയോടെ ഇഷ്ടം, ഞാൻ വേറൊരു മേഖലയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കിടക്കണവനോ. മാർക്ക് ഉള്ളവൻ ബുദ്ധിമാനും മാർക്ക് ഇല്ലാത്തവൻ മണ്ടനും ആകുന്ന, അങ്ങനെ ലേബൽ ചെയ്യുന്നത് മോശം. അങ്ങനെയാണല്ലോ ലേബൽ ചെയ്യപ്പെടുന്നത്. അതൊക്കെ ഇപ്പൊ ഫ്ലിപ്പ് ചെയ്തില്ലേ ആൾക്കാര്, ഒരു മാർക്കും ഇല്ലാത്തതല്ലേ അതൊക്കെ സക്സസ്ഫുൾ കാണിച്ചു. അതൊക്കെ ഇപ്പൊ കുറെയൊക്കെ നമ്മൾ റീല് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ പറയുന്നത് കേൾക്കുന്നതുകൊണ്ടാണ്. പക്ഷെ എനിക്കൊന്ന് സ്കൂൾ ലെവലിലൊക്കെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ 10ാം ക്ലാസ്സിലുള്ള സുഹൃത്തുക്കൾ ഇതിനകത്ത് കാണുന്നവർ നിങ്ങൾ പറയും നിങ്ങളുടെ സ്കൂളിലെ ടോക്സിക് കൾച്ചർ എങ്ങനെയാണെന്നും അല്ല നല്ല കൾച്ചറാണെങ്കിൽ അങ്ങനെയാണെന്നും. നമുക്ക് അവർ ഉദ്ദേശിച്ച് നമ്മളോട് ചോദിച്ചതാണ് ഇതാണ്, നിങ്ങളുടെ അധ്യാപക എക്സ്പീരിയൻസും നിങ്ങളുടെ കാലത്ത് കണ്ട ശിക്ഷാരീതികളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു അധ്യാപകന്റെ കാര്യം പറയാം. പറഞ്ഞോളൂ. അയാള് കുട്ടികളെ, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ കൂടെ 7ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ 4 വരെ പഠിച്ച വേറെ സ്കൂളിലാണ്, ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്താണ് പഠിച്ചത്. അപ്പോൾ അവൻ വന്നത് അവൻ്റെ നാട്ടിൻ്റെ അടുത്ത് പഠിച്ചെടുത്തൊന്ന് വന്നിട്ട് 4 വരെയുള്ള സ്കൂൾ, 4ാം ക്ലാസ് വരെ പഠിച്ച വേറെ സ്കൂളിലാണ്. അപ്പോൾ ആ 4ാം ക്ലാസ്സിലുള്ള ഈ സ്കൂളിൽ ആ അധ്യാപകൻ അടിക്കുന്ന പിള്ളേരെ അടിക്കുന്നത് പാൻറ് ഊരി അല്ലെങ്കിൽ നിക്കർ ഊരിയിട്ട് അടിക്കും സ്കൂളിൽ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കോഴികളെ പറ്റിയ ഒരു സാധനം, ഇത് കോഴിയല്ല, അത് അയാൾക്ക് അടിക്കണമെങ്കിൽ അയാൾക്ക് അതായത് ഷർട്ടിന്റെ പുറത്തോ ഇവിടെ അടിച്ചാൽ ഒരു ഇത്തിരി കട്ടി കൂടെ ചേർന്നിട്ട്, അതായത് ഒരു ചെറിയ ബാരിയർ കഴിച്ചിട്ട് അപ്പൊ പവർ പോയില്ലേ, അപ്പൊ അതോടെ താത്തിട്ട് അടിക്കണം എന്നുള്ള അയാളുടെ വാശിയെ. അയാൾ അങ്ങനെ അടിക്കുന്നത്. അയാൾ പെൺപിള്ളേരാണെങ്കിൽ പാവാട നോക്കി അടിക്കുന്നു, അതായത് പാവാട ഇങ്ങനെ വലിച്ചു കയറ്റിയിട്ട് മുട്ടിന്റെ തുടരെ ഇടഭാഗം ഉണ്ടല്ലോ അവിടെ ആ ഭാഗത്ത്, അവർ പാവാട നോക്കിയിട്ട് അടിക്കും. ആണുങ്ങളാണെങ്കിൽ നിക്കറും പാൻറ്റും ഒക്കെ ഊരി ചന്തിക്ക് അടിക്കും. അതെന്തൊരു നോക്കണത്, ഇക്വാലിറ്റി ഉണ്ട്. പക്ഷേ ആണിനും പെണ്ണിനും തൊലിക്കാത്തതിന് അടി വീഴണം എന്നുള്ള നിർബന്ധമുണ്ട്. ഭയങ്കര പിള്ളേർക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താ, എനിക്ക് ഇങ്ങനെയുള്ളവർക്ക് നല്ല കുറ്റപ്പേരൊക്കെ ഉണ്ടാവും. 4ാം ക്ലാസ് വരെ പിള്ളേരൊക്കെ അടിക്കേണ്ടതിന്റെ എന്ത് ആവശ്യമാണോ? അതല്ല, എന്ത് ചെയ്യാനവര് ഈ 4ാം ക്ലാസ് വരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് മുതിർന്നിട്ടല്ലേ ഈ ചൂരിലും ആദ്യം നിർത്തേണ്ടത്. 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ പിള്ളേരെ ഈ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കാണ്ട് ബേസിക് സാധനങ്ങൾ പഠിപ്പിച്ചില്ല. പക്ഷെ അല്ലാതെ ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ട ഒരു സാധനം ഉണ്ട് ഇല്ലേ? ചില പിള്ളേരൊക്കെ വല്ലാത്ത വല്ലാതെ വാശി കടിക്കുന്നു, അല്ലെങ്കിൽ പിള്ളേരെ ഇടിക്കുന്നു, വേറെ പിള്ളേരെ ഇടിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ തലക്ക് സ്ലേറ്റ് വെച്ച് അടിക്കുന്നു. ഇങ്ങനത്തെ പിള്ളേർ എന്ത് ചെയ്യും? അല്ല, അങ്ങനെ ബാക്കി സ്റ്റുഡൻസിനൊക്കെ ഉപദ്രവിക്കുന്ന ഒരു പയ്യനാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണ്, കേസസ് ഉണ്ട്. അതായത് നമുക്ക് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ശരിക്കും പറഞ്ഞാൽ അതിനെ ഹാൻഡിൽ, അതായത് 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ ശരിക്കും കുട്ടികളെ എങ്ങനെ സൈക്കോളജിക്കലി ഹാൻഡിൽ ചെയ്യണം വളരെ ലൈറ്റ് ആയിട്ടാണ് സാധനത്തിന് എടുക്കണേ. അവിടെയൊക്കെ നമ്മൾ നോക്കുന്നത് ആർക്കും ഒരു ക്വാളിഫിക്കേഷനകത്ത് ആര് വന്ന് പഠിപ്പിക്കാനുള്ള സിറ്റുവേഷൻ ഉള്ളത്. അത് അംഗനവാടി നിൽക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ആ കുട്ടിയെ പരിപാലിക്കാൻ അറിയേണ്ടത്. അവിടെയാ ശരിക്കും വേണ്ടത്. മറ്റേതിപ്പോ കൊണ്ടുപോയി വളം വെക്കരുത്. ഡിഗ്രിക്ക് വന്നിട്ടാണ് നീ വായിച്ചിട്ട് പൊക്കോന്ന് പറഞ്ഞിട്ട് അയാൾക്ക് പോവാം, പ്രൊഫസറിന് പോവാം, പ്രശ്നമില്ല. ഇത് ഇവിടെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുട്ടികളെ നോക്കേണ്ടത്. അപ്പൊ അവിടെ ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സ്കൂളിലും വീട്ടിലും ഒക്കെ അതിനെ കെയർ ചെയ്യേണ്ട എന്താ രീതി വെച്ചാൽ കെയർ ചെയ്യണം. അടിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ, ചിലപ്പോൾ അവർ പേടിച്ചിട്ട് നിർത്തുവായിരിക്കും. കുറെയൊക്കെ പിള്ളേർക്ക് അടി നന്നാവുന്ന പിള്ളേരുണ്ട് കേട്ടോ. നന്നാവില്ല, പേടിക്കും ചിലപ്പോ. അടി പേടിയുള്ളവര് ഒതുങ്ങുമായിരിക്കും. ഈ പേടിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും മോശം
ജീവിതത്തിൽ അല്ല അതൊരു തെറ്റാന്നുള്ള സാധനം മനസ്സിലാക്കി കൊടുക്കാൻ വേറെ ഏതെങ്കിലും രീതിയിൽ പറ്റണമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റേത് ക്യാരക്ടറൈസ് ഞാൻ അടി കൊണ്ട് പേടിച്ചവൻ ഇപ്പൊ അത് സപ്രസ് ചെയ്തിട്ട് പിന്നെ പുറത്തെടുക്കില്ല. അതിനേക്കാളും ചില സാറന്മാർ അല്ലെങ്കിൽ ടീച്ചർമാർക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സാർ അന്ന് എന്നെ തല്ലിയോണ്ട് ഞാൻ നന്നായി. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ബിഗ് ഫാൻ നമ്മളെ കാണുമ്പോൾ പറയുന്നത്. ഇപ്പൊ പ്രായമായ അധ്യാപകരെ കാണുമ്പോൾ എന്റെ പൊന്നു ചേച്ചി പൊന്നു സാറേ ടീച്ചറെ അന്ന് ആ തല്ലുകൊണ്ടെന്ന ഒരു മൈരുമല്ല. ഇവൻ പിന്നെ എന്തൊക്കെയോ ചെയ്തത് കൊണ്ട് ഇവൻ നന്നായി എന്നുള്ളതല്ലാതെ ആ അടിച്ച് നന്നായി എന്നൊക്കെ പറയുന്നത് നമ്മൾ മറ്റേ മൊമെന്റാ. നമ്മൾ നന്നാവണം തീരുമാനിച്ചില്ല നമ്മൾ നന്നാവും. അപ്പൊ ഇങ്ങനെ അടിച്ച് ബാക്കി എല്ലാവരും നന്നാവണ്ടേ? അത് തന്നെ അടിക്ക് നന്നാവാനാണെങ്കിൽ നേരത്തെ പിടിച്ച് ക്ലാസ് 100 തല്ലിയ ചിലപ്പോ ഒരു 10 നന്നാ വരിക അല്ലെങ്കിൽ 5 ഫ്ലിപ്പ് എങ്ങടാന്നുള്ള ഈ അടി കിട്ടുമ്പോ ഇയാള് ചെയ്തത് ഞാൻ അങ്ങനെ ചെയ്തോണ്ടാണോ അല്ലെങ്കിൽ ഈ നാറിന് എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് പണി കൊടുക്കണം എന്ന് തോന്നണെന്നുണ്ടെങ്കിൽ അല്ല, നമുക്കാണെങ്കിൽ ഒരു കുട്ടിയായിട്ട് സംസാരിച്ച് ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിപ്പിച്ച് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതിലെന്താണ് തെറ്റെന്നൊക്കെ പറയുന്നത് എഫേർട്ടാണ്. അത് 15-20 മിനിറ്റ് എടുക്കും. അത്ര എഫേർട്ട് ഇടാൻ താല്പര്യമില്ലാത്ത ഒരാൾ ഒരു അടി കൊടുക്കും. ഒരു ക്ലാസ്സിൽ ഒരു 10 പിള്ളേർ വരെയൊക്കെ അല്ലെങ്കിൽ 20 പിള്ളേർ വരെയാണെങ്കിൽ ഇവരെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു ക്ലാസ്സിൽ 50 പിള്ളേരാണ് 60 പിള്ളേരാണൊക്കെ നടക്കില്ല. 68 പിള്ളേര് 70 പിള്ളേര് ആ ക്ലാസ്സിലുണ്ട്. ഇതിൽ കുറെ പേര് ജനലയുടെ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇളക്കി വെച്ചിട്ടാവില്ലേ ജനലക്ക് ഇതില്ല, അഴിയില്ല, ഈ സാധനം ചിലപ്പോ ചാടിപ്പോവും. പാരമ്പര്യമായിട്ട് വർഷങ്ങളായിട്ട് ആൾക്ക് ഇളക്കി കളഞ്ഞ ഞങ്ങളുടെ സ്കൂള് കിടിലൻ സംഭവമാണ്. അവിടെ ചാടി പോവാം ചിലപ്പോ. പിന്നെയാണ് ഉച്ചക്കൊക്കെ അറ്റൻഡൻസ് എടുക്കല് നിർബന്ധമാക്കിയത്. എത്രണ്ണം കാലത്ത് കയറിയത് ഉച്ചയ്ക്ക് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടൊക്കെ. ഈ 60, 70, 15 പേരൊന്നും ഹാൻഡിൽ ചെയ്യുന്നത് 4 പേരെ നോക്കാൻ പാടാ. എന്റെ വീട്ടിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. 4 കുട്ടികളെ നോക്കാൻ പാടാ. കാരണം നമുക്കൊരു ദേഷ്യം. ഞാൻ ആലോചിക്കുന്നുണ്ട്, എനിക്ക് പിള്ളേർ ചില സമയത്ത് കുസൃതി ആണെങ്കിൽ പിടിച്ച് 2 അങ്ങ് ഉലുത്തിയാലോ എന്ന് നമുക്കിങ്ങനെ തോന്നും. അപ്പോൾ അധ്യാപകരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ മനുഷ്യന്മാരാണ്. അവർക്ക് അവിടെ നമ്മൾ പറഞ്ഞത് അവർ ആ പ്രൊഫഷനിലേക്ക് വരാൻ എക്സ്ട്രീംലി വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. അവർ നമ്മളെപ്പോലുള്ള ആൾക്കാരാണ്. 1-2 പൊട്ടി പൊട്ടിച്ച് അടങ്ങിയ മൈ എന്ന് പറയാനാണ് നമുക്ക് തോന്നുന്ന പോലെ അവർക്കും തോന്നുന്നത്. പിള്ളേരെ പോലും എനിക്ക് തോന്നും. അതാ നമ്മൾ കുട്ടികൾ ഉണ്ടാക്കാത്തത് കൊണ്ടാണല്ലോ. നമ്മളെപ്പോഴും നോക്കാൻ പറ്റില്ല ഇതിനൊന്നും. അത് വലിയ പാടാ. അപ്പൊ അത് വരേണ്ടത് നമുക്ക് ഇതിന്റെ എന്തോ ടെക്നിക്ക് അറിയാന്നുള്ളതല്ല, അതിന് പറ്റിയ ആള് വരണം. ഒരു കുട്ടി ഉണ്ടായെന്ന് വിചാരിക്കുക. ഹൈപ്പോത്തറ്റിക്കലി 2 ചോദ്യം. ഒന്ന് ഹൈപ്പോത്തറ്റിക്കൽ അനീസിന് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഭാര്യയിൽ ഹൈപ്പോത്തറ്റിക്കൽ കുട്ടി. 2 ചോദ്യം. ഒന്ന്, നിങ്ങൾ അടിക്കുമോ? രണ്ടാമത്, ആ കുട്ടിയെ സ്കൂളിൽ ഒരു അധ്യാപകൻ അടിച്ചു എന്നറിഞ്ഞ നിങ്ങളുടെ റിയാക്ഷൻ? ഹൈപ്പോത്തറ്റിക്കലി പറഞ്ഞാൽ എനിക്ക് അടിക്കുന്ന ഇഷ്ടപ്പെടുന്നത് ടീച്ചർ അടിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ വളരെ സെൽഫിഷ് ആയിട്ടുള്ള മനുഷ്യനാണ്. നിങ്ങൾ അടിക്കുമോ? അത് രണ്ടാമത്തെ കാര്യം. ഞാൻ അത് പറയട്ടെ. എനിക്ക് ഇഷ്ടപ്പെടുന്നത് എൻ്റെ കുട്ടികളെ ടീച്ചർ അടിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ വേണമെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ വഴക്കുണ്ടാക്കുന്ന പേരൻ്റ് ആയിരിക്കും. എൻ്റെ പിള്ളേരെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മുടിഞ്ഞു പോക്കോട്ടെ, നീ അടിക്കണ്ട എന്നുള്ള മോഡാണ് എനിക്ക്. ഞാൻ അടിക്കുന്നത് ഞാൻ ചിലപ്പോൾ അടിക്കുമായിരിക്കും. കാരണം എനിക്ക് ദേഷ്യം വരും, ഞാൻ ചിലപ്പോൾ അടിക്കുമായിരിക്കും. നിങ്ങളുടെ അടി തല്ലി വരും. നമ്മൾ കഴിഞ്ഞ പറഞ്ഞില്ല, പുള്ളി ദേഷ്യം വന്നാൽ പുള്ളി അടിക്കുമായിരുന്നു. പിന്നെ പുള്ളി അടിക്കുന്നത് തെറ്റാണെന്ന്. നല്ല പ്രായം കഴിഞ്ഞിട്ടാണ് അപ്പൻ്റെ അടിയിട്ടില്ല. ചെറുതിലും തന്നെ അടിച്ചിട്ടൊന്നുമില്ല. അപ്പനെ തമ്മിലുള്ള ക്ലാഷ് വളരെ പ്രായമായതിനു ശേഷം കോളേജിലൊക്കെ പഠിക്കുന്നത് എനിക്ക് ആദ്യമായിട്ട് അപ്പൻ്റെ നല്ല അടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് 2 പേരുടെ നിന്നും കിട്ടിയിട്ടുണ്ട്. എനിക്ക് അമ്മയുടെ തന്നെ നല്ല കിട്ടിയുള്ളൂ. എനിക്ക് അച്ഛൻ്റെ അത് അങ്ങനെയാണ്. അമ്മയാണ് ദേഷ്യപ്പെടുന്നത്. അമ്മയ്ക്ക് നിർത്താൻ പറ്റാത്ത ഒരു അലമ്പാണെങ്കിൽ അച്ഛൻ വന്നത് അത് അച്ഛന് ഫോർവേഡ് ചെയ്യും. അല്ല, എന്റെ കാര്യത്തിൽ അപ്പനത്ര ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. ആളെ അങ്ങനെ കാണലൊന്നുമില്ല. കാലത്തൊക്കെ വൈകുന്നേരം ലേറ്റ് ആയിട്ടൊക്കെ വരുമ്പോ അച്ഛൻ ഒരു ഫിഗർ ആയിട്ട് ലേറ്റ് ആയിട്ടൊക്കെ വന്നു പോകുമ്പോ അങ്ങനെ. പിന്നെ നമ്മുടെ പഠിപ്പിന്റെ കാര്യത്തിലൊന്നും ആള് ഇടപെടേ ഇല്ല. എന്റെ ആണല്ലോ ഇടപെടേ ഇല്ല. ഞാൻ എന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പോലും ഞാൻ പിടിച്ചിട്ടുണ്ടാവില്ല അമ്മേനെ കൊണ്ട്. പറമ്പില് തേങ്ങ വിറ്റാൽ നമുക്ക് ജീവിക്കാം. പിന്നെ എന്തിനാ പഠിച്ച് നന്നാവണമെന്നല്ലേ. സെറ്റപ്പിനെ പറ്റി അറിയാൻ നിങ്ങളുടെയൊക്കെ ഓർമ്മയില് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയേക്കുന്ന അടികൾ ആദ്യമായിട്ട് കിട്ടിയ ഏറ്റവും നല്ല ശിക്ഷ, ഏറ്റവും നല്ല ഇവര് ഉദ്ദേശിക്കുന്ന അതാണല്ലോ. ഞാൻ LKG UKG ഒക്കെ ഭയങ്കര ട്രബിൾഡ് കുട്ടിയായിരുന്നു. ഞാനാണെങ്കിൽ മറ്റേ നീ ട്രബിൾഡ് അല്ല, നീ ടീച്ചറിന് ട്രബിൾ ആണ് കൊടുക്കുന്നത്. ഞാനാണെങ്കിൽ വിൻഡോയിൽ നിന്നൊക്കെ മൂത്രം വെച്ചിട്ടുണ്ട്. അതിനൊക്കെ അതൊക്കെ LKG UKG നീ അപ്പി ഇടുന്ന കുട്ടിക്ക് എന്തോ വിൻഡോയിൽ മൊത്തം പോയാ അങ്ങോട്ട് എന്നുവെച്ചാൽ മനഃപൂർവ്വം ഉച്ചക്ക് കിടത്തി ഉറങ്ങൂല. LKG UKG ഞാൻ സ്കൂളിന്റെ മതില് കയറിയ ഞാൻ പാവാ 4ാം ക്ലാസ് വരും. ബാക്കിയുള്ളവരെ അപേക്ഷിച്ചാണോ? ബാക്കിയുള്ളവരെ അപേക്ഷിച്ചാണോ? നീ ഒരു സ്കൂളില് മൊത്തം ടെറർ സ്കൂളാണല്ലോ നീ പഠിക്കുന്നത്. 4 വരെ ഞാൻ ഈ കന്യാസ്ത്രീ സ്കൂളിൽ. അവരെ പേടിച്ചിട്ടാണോ നീ പാവായിട്ട്? അങ്ങനെ തന്നെയാണ് ഇവര്.
പിന്നെ നീ ട്രബിൾ ആകുമ്പോൾ നിനക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ടോ? UKG എനിക്കാണെങ്കിൽ കുറച്ച് ലേണിംഗ് ഡിഫിക്കൽട്ടി പോലെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ലെഫ്റ്റ് ഹാൻഡർ വെച്ചിട്ട് ഞാൻ തിരിച്ചൊക്കെ ഇരുന്നു. അപ്പൊ Dyslexia? ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ഇത് കാരണം ഞാനൊരു ഉഴപ്പനായിരുന്നു. കാരണം ഞാൻ പഠിക്കൂലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഉഴപ്പനാകുമ്പോ ടീച്ചർമാർക്കാണെങ്കിൽ ഒരു കെയർ കുറവാണല്ലോ. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ നോക്കുമല്ലോ, അതിനെല്ലാം ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടി ആക്ട് ഔട്ട് ചെയ്യുന്ന പല വഴിക്ക് മറ്റേ ഏണയെ ആകർഷിക്കാൻ എനിക്കും തന്നെ ഒരാള് ശ്രദ്ധിക്കരുത് ഇതായിരുന്നു. എവിടെ പളങ്ങാൻ പറ്റണം അവിടെ പളങ്ങാം. എനിക്ക് പണ്ട് എങ്ങനെയെങ്കിലും ശ്രദ്ധ പിടിച്ചു എനിക്ക് യാതൊരു താല്പര്യം. അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം. അത് കാരണം എന്നെ ഒരാൾക്കും അങ്ങനെ അറിയില്ല. ഞാൻ ടീച്ചർമാരുടെ മടിയിലൊക്കെ പോയി കിടക്കുമായിരുന്നു. പക്ഷെ പഠിക്കാത്ത കുട്ടിയാകുമ്പോ അവർക്ക് അതും വേണ്ട. പക്ഷെ ചില ഉഴപ്പൻ കുട്ടികൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇങ്ങനെ ഇത്തിരി തെറിച്ച് നടക്കുന്ന പിള്ളേരൊക്കെ ടീച്ചർമാരെ ഓർത്തിരിക്കും കുറെ നാൾ കഴിഞ്ഞാൽ. അവരെ ഏറ്റവും ഇന്ററാക്ഷൻ ഉണ്ടാവുന്നത് അവര് തമ്മില. എടാ നിനക്ക് ശിക്ഷ കിട്ടിയ പറ, അതാ നമ്മുടെ ചോദ്യം. കിട്ടിയിട്ടുള്ളത്. അപ്പൊ LKG UKG ഇതുപോലെ ഈ ടീച്ചർമാരടിക്കൂലെങ്കിലും അവിടെ ഒരു വൈസ് പ്രിൻസിപ്പൾ അങ്ങനെ വല്ല ഒരു ക്യാരക്ടർ കാണുമല്ലോ, അടിക്കാൻ വേണ്ടി മാത്രം എപ്പോഴും ഓടി നടക്കുന്നില്ലേ. അയാൾ വരുമ്പോഴാണല്ലോ എനിക്ക് ഞാനൊരു 4ാം ക്ലാസ് തൊട്ട് നല്ല പഠിത്തമായിരുന്നു. പിന്നെ അടി കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടിയിട്ടുണ്ട് ഈ PT സാറുമാര് അങ്ങനെയൊക്കെയുള്ള വെറുതെ അലമ്പുണ്ടാക്കുമ്പോ സംസാരിക്കുന്നതൊക്കെ പൊക്കിയിട്ട് അടി കിട്ടിയിട്ടുണ്ട്. കോർപ്പറൽ പണിഷ്മെന്റ് എന്ന് പറയാനും മാത്രം ഞാൻ പഠിച്ച സ്കൂളില് ചൂരൽ എന്ന് പറഞ്ഞൊരു സാധനമില്ല കേട്ടോ. ഞാൻ പഠിച്ച സ്കൂളിൽ ചൂരൽ എന്ന് പറഞ്ഞ സാധനമില്ല. ഇങ്ങനെയൊക്കെ അടി മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും ചൂരൽ കൊണ്ട് നടക്കുക അങ്ങനത്തെ ഒരു സാധനം. നിന്റെ സ്കൂൾ ഏതാ? സെന്റ് തോമസ് സെൻട്രൽ സ്കൂൾ. അത് കൂടിയ സ്കൂളാണോ? കൂടിയ സ്കൂളാണ്. അതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചർ ഈ സാധനം സ്കെയിലൊക്കെ ഉണ്ടല്ലോ. സ്കെയില് കിട്ടണ എന്തേലും ഉപകരണം ഇട്ടിട്ട് മരത്തിന്റെ സ്കെയിലൊക്കെ ഉണ്ട്, അത്യാവശ്യം ഫ്ലെക്സിബിൾ ആണ്. ഇത് ചോദ്യം ചോദിച്ചു എഴുന്നേപ്പിച്ച് നിർത്തി പടപടപടപടാന്നിരിക്കും. പിന്നെ ചിലത് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. ഞാൻ പിന്നെ ട്യൂഷന് പോകുമ്പോ അവിടെ അടി തരും. ആ DPP ഒക്കെ ആയ സമയത്തുണ്ടല്ലോ, ഞങ്ങളുടെ ഏറ്റവും ബാക്കിലോ ഉഴപ്പ് ബെഞ്ചാ. അപ്പൊ ഇതില് ആർക്കും ഒരു ഐഡിയ ഒന്നും ഇല്ല ഈ എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഈ എക്സ്പെരിമെന്റ് സയൻസ് ക്ലാസ്സാ. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ തന്നിട്ട് ചോറും വെച്ച് ഉരുളക്കിഴങ്ങിന്റെ കഷ്ണം ഇതൊക്കെ വെച്ചിട്ട് അയോഡിൻ ടെസ്റ്റ് ഇല്ല, ഇതിൽ സ്റ്റാർച്ച് ഉള്ളത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി നിരന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ തെറ്റത്ത് പഠിപ്പിച്ചൊരുത്തരുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തമ്മിൽ ഭേദത്തിൽ പഠിക്കുന്നത്. ഇവൻ്റെ കൊടുത്തു ചെയ്തിട്ട് റിസൾട്ട് പറഞ്ഞാൽ മതി നമുക്ക് പറയാം. ഗ്രൂപ്പ് ഇതുകളാണല്ലോ. ഇവ എല്ലാം കൂടി കുഴച്ചിട്ട് സാറ് വന്നിട്ട് എവിടെ ടെസ്റ്റ് അവിടെ. വീട്ടിലാണെങ്കിൽ അമ്മ ചോറും ഉരുളക്കിഴങ്ങും കുഴക്കാലാ മതി. കഴിഞ്ഞപ്പോ ഇയാളെ എഴുന്നേപ്പിച്ച് നിർത്തി കഴിഞ്ഞിട്ട് പടപടാതെ അടി തുടങ്ങി. അടി എന്ന് പറഞ്ഞ ഒരടിയല്ല, ഇങ്ങനത്തെ സാധനല്ലേ. ചിലർക്ക് ഇങ്ങനെ ഡസൻ കണക്കൊക്കെ ഇതിനൊരു 1/2 ഡസൻ അടി. എന്റെ ക്ലാസ്സിലുള്ള പിള്ളേരെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത്യാവശ്യം പ്രായമുള്ള പിള്ളേരുണ്ട്. 10ാം ക്ലാസ്സിൽ 18ഉം 19 വയസ്സുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അടി അടിച്ചിട്ട് ആ പ്രായത്തിൽ എനിക്ക് അറിയാൻ പാടില്ലല്ലോ, പൊളയാനും പാടില്ല. അതുമല്ല നമ്മൾ മാസ് കാണിക്കുന്ന അങ്ങനെ അധ്യാപനം അടിച്ച റിയാക്ഷൻ ഇടാതെ കൂളായിട്ട് ഞാൻ അങ്ങനെ അടി വാങ്ങിച്ചു. പിന്നത്തെ ചിലരുണ്ടോ അതായത് അടി കൊള്ളിപ്പിക്കില്ല. പിന്നെ ഇങ്ങനെ നീർത്ത് അപ്പൊ ടീച്ചർ ഇങ്ങനെ നീർത്തു. പിന്നെ പിടിയുണ്ട്, അധ്യാപനെ അത് പിടിക്കും, അങ്ങനെയുള്ളവനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കുക. അല്ലെങ്കിൽ അവനെ ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ചു തിരിച്ചിട്ട് ചന്തിക്ക് അടിക്കും. അപ്പൊ ചാടും, അടിക്കുന്ന അവനിങ്ങനെ ഉയർന്ന് ചാടും. ഒരു പൊടിക്ക് അധികം ഇടുന്ന അടിയുടെ ടീച്ചർ അടിച്ചത് ഏറ്റു ഒന്നുമില്ല. ടീച്ചറെ കണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ അവിടെ അടിയിൽ എസ്കേപ്പ് ആവുകയും ചെയ്യാം അല്ലേ. ഇത് പിന്നെ കലിപ്പന്മാര് കലിപ്പന്നെ പിടിച്ച് നിൽക്കും. അപ്പൊ ടീച്ചർ ഫുൾ ശക്തിയിൽ അടി, ചന്തിയിൽ അങ്ങനെ അടി കിട്ടിയിട്ടുണ്ട്. ഈ കയ്യിൽ തന്നെ അടിക്കുക. അപ്പൊ ഇങ്ങനെ നിൽക്കും. ടീച്ചർ അടിച്ചോ അല്ലെങ്കിൽ 2 ഞാൻ അങ്ങോട്ടും തരുന്നുള്ള രീതിയിലൊക്കെ ഒരുത്തൻ പിടിച്ചിട്ടൊക്കെ ഉണ്ട്, ചൂരില് പിടിച്ചിട്ടുണ്ട്. അത് വലിയ തെറ്റാ, ടീച്ചർ അടിക്കണ ചൂരില് പിടിക്കാന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ പണിഷ്മെന്റ് ഒക്കെ കിട്ടണം. ഈ പറഞ്ഞ പയ്യനൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഈ പറയണ പയ്യനൊക്കെ പറയുന്നത് അവന്റെ ഫാമിലിയില് അവന്റെ എല്ലാരും പുറത്തൊക്കെയാ. അപ്പൊ ഇവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഒരു പക്വത എന്നൊക്കെ പറഞ്ഞ അവൻ ഫാമിലി റൺ ചെയ്യണ ഒരു പുറത്തുനിന്ന് പറഞ്ഞ കാശ് ഡീൽ ചെയ്യുന്നത്. ഇവന്റെ അമ്മയ്ക്കൊന്നും അങ്ങനെ വലിയ കാര്യപ്രാപ്തി പരിപാടി ഒന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നതും അനിയൻ പഠിച്ച് ഇവന്റെ ഒപ്പം എത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കണതും അവൻ ഭയങ്കര പക്വതയുള്ളവൻ. അവൻ ലീഡർ ആയിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്ന ടൈപ്പ് അങ്ങനത്തെ പിള്ളേരൊക്കെയാ. അവർക്കൊക്കെ അടിയിട്ട് മേടിച്ചു പിടിക്കും. നമ്മള് ടീച്ചർമാര് തല്ലുമ്പോ ഇങ്ങനെ
റിബല് കളിച്ചാല് അപ്പൊ മാഷന്മാരെ ഇറക്കുന്ന പരിപാടി ഇല്ലേ? PT സാറന്മാര്. ഞങ്ങളവിടെ അതിനുള്ള ടൈമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തിന് ഞങ്ങളുടെ ക്ലാസ്സിട്ട് സാറിന്റെ തെറി പറയും. ഈ പറഞ്ഞ ഈ സാറ് എന്തൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ചെയ്തിട്ട് അത് കിട്ടിയില്ല, അത് കിട്ടിയില്ല, എല്ലാം എടുത്ത് വായിലിട്ടു. അത് പറയുമ്പോ ഞാൻ ചില സാറന്മാര് അങ്ങനെയൊക്കെ അല്ലേ? ചിലര് ഭയങ്കര രസമായിട്ട്, അതായത് ഏത് ലൈനിലും പോണ സാറുമാരൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളെക്കാളും പഴപ്പ്, അവർ സ്ട്രിക്റ്റ് ഒന്നും ആവണ്ട, അവരുടെ ആ ഒരു അവരങ്ങനെ തന്നെ നിർത്തുന്ന അവളെ. അവരുടെ വല്ലാണ്ട് നമ്മളെ തല കയറാനും സമ്മതിക്കില്ല. എന്നാ ആളുടെ ഇത് എന്റെ ക്ലാസ്സാ, നീ ഷൈൻ ചെയ്യണ്ട, ഇവിടെ ഞാൻ ഷൈൻ ചെയ്തോളാം എന്നുള്ള ടൈപ്പ് അങ്ങനത്തെ കൂൾ ചിൽ സാറുമാരുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു PT സാറൊക്കെ അവരുടെ ജോലി മെയിൻ കുട്ടികളെ മര്യാദ പഠിപ്പിക്കുന്ന പരിപാടിയും. അപ്പൊ PT പീരീഡ് നമുക്ക് പുറത്ത് വിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ദേഷ്യമാണല്ലോ. ഒരു PT പീരീഡ് ചിലപ്പോൾ ഒരു പുറത്തിറക്കാതെ വന്നിട്ട് പറയും, ഒരുത്തൻ വെച്ചാൽ ബഹളം വെക്കാതിരിക്കണം, പേരെഴുതിക്കോളാൻ പറയും. അപ്പൊ അങ്ങനെ എന്റെ പേര് എഴുതി ഒരുത്തൻ. പുള്ളിക്കാരൻ വന്നത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് പുള്ളി നോക്കാൻ വരും ആരുടെയൊക്കെ പേരുണ്ട്. അപ്പൊ പേരുള്ളവരെ വിളിച്ച് ശിക്ഷിക്കാൻ വേണ്ടി വിളിച്ചിട്ട്, നീ എവിടെ നിന്നാണ് വരുന്നത്? അപ്പൊ ഞാൻ വീട്ടിൽ നിന്നാണ് വരുന്നത്. പിന്നെ ചെവിയൊക്കെ പിടിച്ച് ഞാനിങ്ങനെ വലിച്ചു നിന്ന്. അപ്പൊ ചെവി പിടിച്ച് പുള്ളി തിരിച്ച് ചെവി പൊന്നാക്കാന്ന് അവര് പറയുന്നത്. എന്തിനാ പൊന്നാക്കാന്ന് പറയുന്നത്? പക്ഷെ ചുമലല്ലേ ആവുന്നത്, ഇത് തിരുമിയ ചുമലല്ലേ ആവുന്നത്, ചെവി പിടിച്ചാൽ ഓ അങ്ങനെയല്ലേ. ഇങ്ങനെ തൃശ്ശൂർ പെരേപ്പടന്മാർക്ക് സ്വർണം ജ്വല്ലറി ഒക്കെ പണ്ടേ ഞങ്ങൾക്കില്ല. ഓ വേണ്ട, അടുപ്പിൽ മറ്റേ ഉരുക്കിയ സ്വർണ്ണത്തിൽ അങ്ങനെ വിനയം പിടിക്കണ്ട. പെരേപ്പാടൻ ജ്വല്ലറി ഒക്കെ എല്ലാവർക്കും അറിയാം. അത് ഞാനുമായിട്ട് മറ്റേ കുഞ്ചാക്കോന്റെ അവസ്ഥ പറഞ്ഞാൽ, കുഞ്ചാക്കോന്റെ പേര് ആലുക്കാന്നാ, കസ്തൂരിമനകത്ത് ആലുക്കാസ് ജ്വല്ലറി. അല്ല, പിന്നെ എനിക്ക് ഇതുപോലെ പെട്ടിട്ടുള്ളൊരു സാധനമില്ലേ, അതായത് കോളേജിൽ ചെന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയില്ലേ, ഒരു സാറ് ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ പറയണത്, ഞാൻ ലാസ്റ്റ് ഫൈനൽ അലോട്ട്മെന്റിലല്ലേ ക്ലാസ്സിൽ ചെല്ലണേ. അതായത് ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ കണ്ട് തുടങ്ങാറൊക്കെ തുടങ്ങിയിട്ടാൽ അല്ല, ഇന്റേണൽ എക്സാം എന്തോ രണ്ടാമത്തെ ഇന്റേണൽ എക്സാമോ എന്തോ നടക്കുന്ന സമയത്തൊക്കെ എന്റെ അഡ്മിഷൻ ആണ്. അപ്പൊ ബാക്കി എല്ലാ പിള്ളേരും ക്ലാസ്സിൽ നേരത്തെ വന്ന് ബാക്കിലേക്ക് ഇരിക്കും. അപ്പൊ ഫ്രണ്ടിലത്തെ ബെഞ്ചുകളെ ഫ്രീ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ പണ്ടാറുടെ ഈ ഫ്രണ്ട് ബെഞ്ചിൽ ഒറ്റയ്ക്ക് തിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ പോലത്തെ മാത്സ് എടുക്കുന്ന അവിടുത്തെ കോളേജിലെ ഡയറക്ടർ മാത്യു സാർ, മാത്തന്ന് വിളിക്കും ഞങ്ങള്. മറ്റേ അപ്പുവിന്റെ മാത്തനല്ല, ഇതൊരു വിളച്ച മാത്തൻ. ഒന്ന് നിർത്തിക്കൂടെ, ഒന്ന് നിർത്ത് മാത്താന്ന് നമുക്ക് പറയണമെന്ന് തോന്നുന്നു. അപ്പൊ ഇയാള് ഇത്ര ഒരു മനുഷ്യനാണ്. അപ്പൊ ഇത്ര ഉണ്ട് മാത്സ് ടെക്സ്റ്റ്. ഇതും കൊണ്ട് ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറി വരുന്നു. ഇയാളെ ഞാൻ ഓഫീസിൽ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ്. അപ്പൊ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഡയലോഗ് എന്ന് പറയുമ്പോ, തനി ഫൈനൽ അലോട്ട്മെന്റ് ഇല്ലേ, അപ്പൊ എന്റെ അടുത്ത് അങ്ങനെ തന്നെയാ ആള് ലുക്കിലും കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ട്, കാണണേ കണ്ടോട്ടെ. അപ്പൊ ആള് അതെ ശരി, ഈ തനിക്ക് +2 എത്ര മാർക്ക്? +2 മാർക്ക് കുറവല്ലേ. അത് കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ചില പിള്ളേർ എൻട്രൻസിന് എന്ന് പറഞ്ഞ് നടന്നിട്ട് +2 മാർക്ക് ഇടും തന്റെ എൻട്രൻസിന്. അല്ല, തനിക്ക് ഇവിടെ ഇങ്ങനെ സീറ്റ് കിട്ടിയത് നമ്പർ. അങ്ങനെ ഇയാള് ക്ലാസ്സിൽ കയറി വന്നു. ഫസ്റ്റ് ഇയാള് ഇങ്ങനത്തെ പേടിപ്പിച്ച് നിർത്തുന്ന ആളാണ്. നമുക്ക് ആളുടെ ക്ലാസ്സിലൊരു അനക്കുണ്ടാവില്ല. പിള്ളേര് ആളത്ര ഉള്ളതെന്നുണ്ടെങ്കിൽ ആള് വിറപ്പിക്കും. ആളെ കോളേജിന്റെ എല്ലാ സ്റ്റാഫിനും വിറപ്പിക്കും. അങ്ങനത്തെ ഒരു ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ലീഡ് ചെയ്യാൻ അങ്ങനത്തെ ഒരു കഴിവുള്ള ഒരു മനുഷ്യനൊക്കെ തന്നെയാണ്. ഇയാൾ ക്ലാസ്സിൽ കയറി വന്നു. ഞാൻ ഈ ഫ്രണ്ട് വെഞ്ചിട്ടിരിക്കും. ഞാൻ ദൈവമേ ഈ പണ്ടറക്കാലിൻ്റെ ക്ലാസ്സാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇയാൾ തുടങ്ങി മാത്സ്. അപ്പോഴെനിക്ക് മനസ്സിലാണ് ഫ്രണ്ട് വെഞ്ചിലിരിക്കാൻ പിള്ളേർക്ക് പേടി എന്താന്നുള്ളത്. ഇയാൾ ചോദ്യം ചോദിക്കും. അപ്പൊ ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. ഇയാൾ ഇങ്ങനെ ഒരു ഇതെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു ആസ്ക് യു പണ്ടാറപ്പെട്ട്. എന്നിട്ട് ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് അറിയാൻ പോണില്ല. dy/dx എന്താന്ന് തന്നെ മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഇയാള് ഒരു ഇതൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് എന്നെ സ്റ്റാൻഡപ്പ്. അപ്പൊ ഇത് ജോൺ സ്റ്റാൻഡപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ എഴുന്നേറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഇയാള് എൻ്റെ അടുത്ത് എന്തോ ചോദിച്ചു, എനിക്കറിയില്ല. വാട്ട്സ് യുവർ നെയിം പറഞ്ഞു. ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഇല്ല, എനിക്ക് കിട്ടണ പോലും ഞാൻ പേടിച്ചിട്ടല്ലേ നിക്കണേ. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആരാ? ജോൺ ദ വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ജോൺ, ഫുൾ നെയിം ജോൺ ജോ എന്ന് പറഞ്ഞു. What's your house name? പെരേപ്പാടൻ. Then say it like this, John Joe പെരേപ്പാടൻ. അപ്പൊ ഞാൻ പേടിച്ചിട്ടാണ് സത്യം അത് ഇയാളെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്തു. ജോൺ ജോ പെരേപ്പാടൻ.
ക്ലാസ്സിലെല്ലാരും ചിരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇയാളെ എടുത്തോളാം അന്ന് ഞാൻ പേടിച്ചിട്ട് പറഞ്ഞതാ. ആള് പറഞ്ഞ അതേ ടോണിൽ തന്നെ ഞാൻ ചോദിച്ചു തീരുമാനിച്ചു അല്ലേ. ഞാൻ ഇനി Comedy mimicry ഇല്ല. ചെയ്യും. അല്ല, mimicry. ഓണിപ്പോ എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യില്ല, മോഡുലേഷൻ എല്ലാവരുടെയും ട്രൈ ചെയ്യല്ലോ ജോൺ. ഈ പറഞ്ഞ ചോദ്യം ചോദിക്കുന്ന ഒരു സാറ് നമുക്കുണ്ടായിരുന്നു. പുള്ളി പഠിക്കുന്ന ബയോളജി. പുള്ളിനെ പുഷ്കു എന്നാണ് വിളിച്ചോണ്ടിട്ടുണ്ട്. പുഷ്കരനാണ്. എന്നെ ഓർമ്മിപ്പിച്ചോളൂ. അപ്പൊ ഇന്ന് കുറെ കുടുംബം കലങ്ങി. എന്താ സംഭവം? പുള്ളി ചോദ്യം ചോദിച്ച് എണീപ്പിച്ച് നിർത്തും. എന്നിട്ട് ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുള്ളി ചെയ്യുന്നതാ, ചെവിക്ക് പിടിച്ചിട്ട് എന്നിട്ട് പുള്ളി ആൻസർ ഇടും. ഇത് നമ്മള് കേൾക്കുന്നത് നമ്മളിത് കേൾക്കുള്ളത്. പുള്ളി ഇങ്ങനെ ഇട്ടിട്ട് ആട്ടിയിട്ട് പുള്ളി വരും. പറയാം, ഒന്നുകൂടെ പറയാൻ പറയുന്നത്. ഇയാള് പറഞ്ഞത് ഇനി ബോൺ കണ്ടക്ഷൻ വരെ കേൾക്കണം. പിന്നെ ഞങ്ങൾക്ക് ഇതുപോലെ 10ൽ ഒരു ഫിസിക്സ് പഠിപ്പിച്ചായിരുന്നു സാറിന്. ഭൂലോക കോഴി മോഡൽ ബോയ്സിലാട്ടാ. ഇവർക്ക് അവസരമില്ല. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് സ്കൂളല്ലേ, അപ്പൊ പിള്ളേരുകൾ വല്ല പെൺപിള്ളേരൊക്കെ വല്ല അറ്റസ്റ്റ് ചെയ്യിക്കാനൊക്കെ വരും. അപ്പൊ ആ അതിൽ കൂടെ 2 പാദസരം പോണ സൗണ്ട് ഇട്ട് കഴിഞ്ഞാല് ആള് പഠിപ്പിക്കുമ്പോഴും ഇതുപോലെയാ. അതായത് ഇവർക്ക് തന്നെ കാര്യങ്ങൾ വൃത്തിക്ക് പറയാനൊന്നും അറിയില്ല. നിങ്ങൾ ഈ പീസ് പോയി എന്ന് കേട്ടോ, ഫ്യൂസ് പോയി എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ചെലങ്കയുടെ സൗണ്ട് എന്നിട്ട് വെച്ചിട്ട് വൈകിട്ട് ഒരു തുപ്പ് തുപ്പിട്ട് നോക്കിട്ട് അപ്പൊ എവിടെ പറഞ്ഞ പീസ് പോയി. അങ്ങനത്തെ ചില ഞരമ്പൻ സാറന്മാര്. പിന്നത്തെ ഒരു സാറുണ്ടായിരുന്നു, ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കാൻ പറ്റില്ല, ഇയാള് തുപ്പും. എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് എടുത്ത് വെച്ച് നല്ല ഊക്കും നമ്മള് ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അടച്ചു വെച്ച പേജ് ഒട്ടും. ഇയാള് ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മുടെ പുഷ്കരൻ സാർ ഇത് പറയുന്നത്. പുള്ളി അതുപോലെ പെപ്സി അടിക്കാന്ന് പറയും നമ്മുടെ ഈ സംസാരിക്കുമ്പോ വന്നോണ്ടിരിക്കും. പിന്നെ ചില സാറന്മാരുണ്ട്, എനിക്ക് ഇപ്പോഴും അവരുടെ ശരിക്കുള്ള പേരറിയില്ല. എന്താന്ന് വെച്ചാൽ അവരുടെ ഫേമസ് വിളിപ്പേരില്ല. അത് ഒരു കണക്കെടുക്കണ മാഷുണ്ടായിരുന്നു. ആള് ഭയങ്കര മൃഗീയമായ തല്ലല, അടിച്ച് ചുമരുമ കയറ്റുന്ന പറയാം. തിരിഞ്ഞു സ്പൈഡർമാനെ കാണുന്ന ക്ലാസ്സിലാണെങ്കിൽ രക്ഷപ്പെടും, കയറി പോവാലോ. ഇത് അമ്മാതിരി അടിച്ച് ചുമരുമ കയറുന്ന പോലത്തെ സാറ് കണക്കെടുക്കുന്നത്. 7ാം ക്ലാസ്സിലൊക്കെ 7ാം ക്ലാസ്സിലെ കണക്കിനാണ് ഈ അടി മേടിക്കുന്നത്. മനസ്സിലാവണില്ല, അത് വേറൊരു കാര്യം. അപ്പൊ ഇയാൾക്ക് കണ്ണിന് ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഇതാണ് സ്ക്വിന്റ് ഉണ്ട് കണ്ണിന്. അപ്പൊ ഇയാളുടെ പേര് ചോളിക്കണ്ണം ഭരതൻ. ആളെ ഭരതൻ എന്ന് പറഞ്ഞാൽ ആർക്കറിയില്ല, ഈ പേര് പറഞ്ഞാലാണ് അറിയുള്ളൂ. പിന്നെ ഒരു ടീച്ചറുണ്ട്, ആ ടീച്ചർക്ക് ഹിന്ദി എടുക്കുന്ന ടീച്ചറാണ്. നന്നായി ഹിന്ദി പഠിപ്പിക്കും, എല്ലാവർക്കും കുഴപ്പമില്ലാണ്ടൊക്കെ ഹിന്ദി. ആ ടീച്ചറുടെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല. ടീച്ചറുടെ പേര് ഒട്ടകന്ന. പിന്നെ ഒരു ടീച്ചറുണ്ടായിരുന്നു, ഇല്ല അങ്ങനെ വഴിയുണ്ടായിട്ടൊന്നുമില്ല, നല്ല ഹൈറ്റുള്ള ടീച്ചറാണ്. അതുപോലെ തന്നെ വേറൊരു ടീച്ചറുണ്ട്. ആ ടീച്ചറുടെ പേര് ഞാൻ വിചാരിച്ച് കളിയാക്കി പറയുന്നതാണ്. എന്താന്ന് വെച്ചാൽ പേരായിട്ട് രൂപത്തിന് മാച്ച് വരണില്ല. ടീച്ചറുടെ ഒരു ശകുന്തള. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചോ ഇതിന്റെ കുറ്റപ്പേര് അതായിരിക്കില്ലേ പറയുമ്പോ ടീച്ചറുടെ റെക്കോർഡിലുള്ള നെയിം ശകുന്തള. നമ്മുടെ ഇരട്ടപ്പേര് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലേ ഇത്ര നേരം പറഞ്ഞതല്ല. ഈ കോഴികള് ഈ ഏറ്റവും കൂടുതൽ കോഴിയാവുന്ന ഈ ലാബ് അസിസ്റ്റന്റുമാര് അങ്ങനെയൊക്കെ. അപ്പൊ നമ്മുടെ കെമിസ്ട്രി ലാബിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ കെമിസ്ട്രി ലാബ് ഇരുന്നപ്പോ ഏതൊരു പെണ്ണിന്റെ കയ്യില് കെമിക്കൽ വീണു. കെമിക്കൽ എന്തോ വീണു. അപ്പൊ ഉടനെ ലാബ് അസിസ്റ്റന്റ് ഭയങ്കര കെയർ ചെയ്തിട്ട് ഇങ്ങനെ എന്നൊക്കെ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അയാൾ ഞങ്ങളുടെ കോളേജിൽ ഒരു സാറുണ്ടായിരുന്നു. ഇയാള് നടന്നു പോണ പെൺപിള്ളേർക്കുണ്ടല്ലോ, കാറില് വണ്ടി എടുത്തിട്ട് അയ്യോ മോളെ എങ്ങോട്ട് പോണ കേറിക്കോ ലിഫ്റ്റ് കൊടുക്കുന്ന ആമ്പിള്ളേര് എത്ര തുടങ്ങണ. അപ്പൊ പിള്ളേര് ഗ്യാപ്പ് അടിച്ചു കയറി ഇതിൽ കയറി ഒരു പ്രാവശ്യം ഇരുന്നുണ്ട്. ഇപ്പൊ പിള്ളേരെ കൊണ്ടുവന്നിട്ട് ഞങ്ങള് ഇയാൾക്ക് ഇവരോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. പിന്നെ ഉള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടല്ലോ, ഈ PT സാറും ഇംഗ്ലീഷ് മിസ്സും.
നമുക്കുണ്ടായിരുന്നില്ല, പക്ഷേ നമ്മുടെ ഉണ്ടായിരുന്നു. നമ്മുടെ അതൊന്ന് പറയൂ. അത് പറയാൻ പാടില്ല. എനിക്ക് ആ ഇംഗ്ലീഷ് മിസ്സിനെ ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. അതുകൊണ്ട് ഞാൻ പറയത്തില്ല, കുറ്റം പറയത്തില്ല. പക്ഷെ ഇങ്ങനെ സാറ് ഒലിപ്പിക്കും. ആൾക്കാർ വന്നിട്ട് സാറ് ഒലിപ്പിക്കും, പിന്നെ ആൾക്കാർ ഇന്നലെ മിസ്സും സാറും ഒരു മുറി കയറി പോകുന്ന കണ്ടെന്നൊക്കെ അങ്ങനത്തെ ഒരു റൂമർ ഇങ്ങനെ spread ആവും. ഞങ്ങളവിടെ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു സാധനം പറഞ്ഞ പി ടി മാഷന്മാര് പറയുന്ന ഇംഗ്ലീഷ് ഭയങ്കര മോശമായിരിക്കും. പിന്നെ പി ടി മാഷന്മാർ ഞങ്ങളുടെ അവിടെ എല്ലാരും പറയുന്ന ഭാഷയായിരുന്നു. പി ടി മാഷന്മാർ എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും വലിയ വോളിബോൾ പുലിയായിരുന്നു അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ പുലിയായിരുന്നു, പിന്നെ ചിരട്ട പോയി, അങ്ങനെയൊക്കെ ഒരു കഥ പറയും. ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് അവർക്ക്. എല്ലാവരും അവർ പൊളിക്കുമായിരുന്നു, മനസ്സിലായില്ലേ? പക്ഷേ ഈ പറയുന്ന സാറുമാർക്ക് 5 അടി പൊക്കമൊക്കെ ഉള്ളൂ, മനസ്സിലായില്ലേ? ഇയാള് ബാസ്കറ്റ്ബോളിന് പൊക്കം. പക്ഷെ നമ്മുടെ സാറ് പറ്റണ പോലെ ഫുട്ബോൾ കളിക്കായിരുന്നു. പുള്ളിയുടെ ഈ പറഞ്ഞ പോലെ മുട്ടിന്റെ ചിരട്ടയ്ക്ക് പ്രശ്നം പറ്റിയിട്ടുണ്ട് പുള്ളിക്ക്. ഞങ്ങളുടെ സ്കൂളിൽ എന്തിനാ അങ്ങനെ ഒരു സാറെന്ന് എനിക്കറിയില്ല. ആളാകെ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ അന്ന് ടെക്സ്റ്റ് ബുക്ക് മേടിക്കാൻ അവിടെ ഒരു സ്റ്റോർ ഉണ്ട്, അത് മാനേജ് ചെയ്ത് തരുന്ന ആളാ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അവർക്ക് എക്സ്ട്രാ ജോലി ഉണ്ടാവും. കാരണം ഇവിടെ കാര്യമായിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ബെസ്റ്റ് ഫുട്ബോൾ ടീം ഉണ്ട്, അത് ഇങ്ങോട്ട് യാതൊരു കഴിവുകൊണ്ടല്ല. മോഡൽ ബോയ്സ് നല്ല ടീമുണ്ട്. ക്രിക്കറ്റിന്റെ ഒരു അത്രയും പിള്ളേർ ഈ പറഞ്ഞ 20 വയസ്സ് 19 വയസ്സുള്ള പിള്ളേർ ഞാൻ കേറുമ്പോഴുള്ള ടീം ഞാൻ 10ാം ക്ലാസ് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇവര് സന്തോഷ് ട്രോഫി കളിക്കുന്നില്ല, അതന്നെയല്ലേ. അപ്പൊ അത്രയും അല്ല, ഇങ്ങോർക്ക് വേറെ എന്താ പരിപാടി എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ഈ സ്പോർട്സിലുള്ള പിള്ളേർക്ക് അറിയോന്ന് അറിയില്ല. അങ്ങനെ ഒരു സാർ അവിടെ ഉണ്ട്, ആളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആകെ 2 പ്രാവശ്യം 5ാം ക്ലാസ്സിൽ പോയപ്പോ ഡ്രില്ല് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ട് അന്ന് മാസ് പി ടി അല്ലേ. അതല്ലാണ്ട് ഞാൻ ഇതില് പിന്നെ സ്പോർട്സ് ഡേയുടെ സ്പോർട്സ് ഡേയും സ്പോർട്സ് കോമ്പറ്റീഷൻ ജില്ലാ കലോത്സവം പോലെ ജില്ലാ തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ വരുമല്ലോ. അപ്പൊ ഇതിനൊക്കെ കൊണ്ടുപോകാനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ഒരാളുണ്ടാകണം, അത് പുള്ളിയാണ്. അതാണ് പുള്ളിയുടെ മെയിൻ ജോലി. പിള്ളേർ പക്ഷേ ട്രെയിനിങ് ഒക്കെ പിള്ളേർ തന്നെ ചെയ്തു. ഈ കോഴികൾ ഭയങ്കര കൂടുതലായിരുന്നു സ്കൂളിൽ. കാരണം എന്റെ സ്കൂളിൽ അങ്ങനത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കേട്ടാ. പിള്ളേരുടെ കോഴിത്തരം കഴിഞ്ഞിട്ട് സാറുമാരുടെ പറയാനില്ല. നമ്മുടെ അവിടെ എനിക്ക് ട്യൂഷന് പോകുന്ന സാറുമാർ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഈ അടിക്കണ സാറ്, അയാൾ പെണ്ണുങ്ങളെ അടിക്കുമായിരുന്നു. അപ്പൊ അത്രയും ക്യൂട്ട് പെണ്ണുങ്ങളെ അടിക്കാൻ നമുക്ക് അവർക്ക് ആ വേദന വരുമ്പോൾ നമുക്കൊരു വേദന അടിക്കലായിരുന്നു എന്നുള്ള. അയാളിങ്ങനെ പെണ്ണുങ്ങളുടെ നടുക്ക് പോയൊക്കെയാണ് അടിക്കണം. വേറൊരു എനിക്ക് 10ാം ക്ലാസ്സിലൊരു സയൻസിൻ്റെ ട്യൂഷൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ പെണ്ണുങ്ങളെ ബാക്കി ഇരുത്തി ആണുങ്ങളെ ഫ്രണ്ട് ഇരുത്തിയാണ്. അപ്പോൾ പുള്ളി ഒരു പ്രോബ്ലം ഇട്ടിട്ട് പുള്ളി ബാക്കിൽ പോയിട്ട് എന്താ മോളെ സോൾവ് ആയില്ലേ എന്നൊക്കെ ചോദിക്കും. പുള്ളി അടിക്കും തൊടയിലിങ്ങനെ തടവും. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് പണ്ടാണെങ്കിൽ ഒരു ക്ലാസ്സിൽ അപ്പൊ ഇയാളിങ്ങനെ ബാക്കിൽ പോയിരുന്ന് കോഴി കളിക്കണതാണ് ഇയാളുടെ. നമ്മൾ തിരിഞ്ഞു നോക്കിയുള്ളൊരു സാധനം. നമ്മൾ ആണുങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ അയാൾ ചൂടാവും. അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കില്ല. അപ്പൊ ഇയാളും കുറെ മറ്റേ സലീം കുമാർ മറ്റേ കൈ നോക്കി ഇരിക്കില്ല, അതേപോലെയാണ് ഇയാൾ ഇരിക്കണം. പറ എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ ഇയാൾ ഇതുപോലെ ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ, അപ്പൊ ഇയാളിങ്ങനെ തൊടയിലൊക്കെ തൊടും. അങ്ങനത്തെ ഒന്നും പറയില്ല, ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് അത് തെറ്റാണെന്നുള്ളത് പോലും അങ്ങനെ പറയത്തോലില്ല. അപ്പോ മീറ്റ് വന്നപ്പം ഈ ട്യൂഷൻ സാറുമാരുടെ എതിരെ 2-3 പേർക്ക് മീറ്റും ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ പ്രൈവറ്റ് ട്യൂഷൻ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ട്. ഇയാൾ എന്നെ ഒരു പ്രാവശ്യം ഡൗട്ട് ചോദിച്ചോ പറഞ്ഞ് ആരും ഇല്ലാത്തപ്പോ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോഴും ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട് ഈ സാറന്മാര്, പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. അത് അവരൊരു ബ്രാൻഡായിട്ട് ചിലപ്പോൾ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, കാണാൻ കൊള്ളാവുന്ന അടിപൊളി കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടി. അപ്പോൾ ഇങ്ങനെ അയാളിങ്ങനെ എന്താ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ കുട്ടി സ്ലീവ്ലെസ് ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്തോ അയാൾക്ക് എന്തോ തോന്നിട്ട് ഇതെന്തോ അടിച്ച് അപ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊട്ടി വന്നു. പക്ഷെ കുഴപ്പമില്ല, ആരൊന്നും കണ്ടില്ല. അല്ല അത് എന്നുവെച്ചാൽ ഇയാൾ ഇങ്ങനത്തെ ഈ എന്താ ഇയാള് ടച്ചിങ് കുറച്ച് കൂടുതലാണ്, മനസ്സിലായില്ലേ? ഇയാളങ്ങനെ സ്നേഹവും കരുതലും ഇയാളുടെ മുറി ഒരു പ്രാവശ്യം ഏതൊരുത്തനും ഇങ്ങനെ തലവേദന കാരണം, അപ്പം ക്ലാസ് എടുക്കുന്ന റൂം ഫ്രണ്ടിൽ ഇയാൾക്കൊരു മുറിയുണ്ട്, അവിടെയാണ് ഇയാൾ ഇരിക്കണം. അവിടെ ഒരു ബെഡുണ്ട്. അപ്പോൾ ഒരുത്തനിങ്ങനെ തലവേദന വന്ന് ഭയങ്കര സ്കൂളല്ലേ ഇത്, ട്യൂഷൻ. അപ്പം തലവേദന വന്ന് പോയി കിടന്ന്, അപ്പം അയാളുടെ ബെഡിൽ പോയി കിടന്നു. അയാളുടെ ബെഡിന്റെ അടി മൊത്തം ഫയറും മുത്തുച്ചിപ്പിയൊക്കെ ആയിരുന്നു. അതെ ഞരമ്പൻ അയാളെ കണ്ടാലും ആ ഒരു ഞരമ്പിലൊക്കെ. അയാൾക്ക് ഇത്ര മുടിയുള്ളൂ, ഇവിടെ ഒരു 4 മുടിയേ ഉള്ളൂ. അതിങ്ങനെ ഫാനിൽ പോയി ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ അടിക്കും. ജോൺ എബ്രഹാം ധൂമിലോ പറഞ്ഞല്ലേ ജപ്പാനിലൊക്കെ അധ്യാപകർക്ക് എന്തു ആവാം എന്നുള്ള മോഡാ. പെണ്ണുങ്ങൾക്ക് ഭയങ്കര സീൻ തന്നെ എവിടെ പോയാലും. ഈ എന്താ പറയാ,
പെൺകുട്ടികളുടെ ഇടയിൽ ഇരുത്തുന്നത് ഒരു പണിഷ്മെന്റ് ആയിട്ട് എപ്പോഴെങ്കിലും 4ാം ക്ലാസ് അത് starting, നാലാം ക്ലാസ് അതെ, വരെ. നമുക്ക് നാണക്കേടാ. എനിക്കിത് ഏറ്റവും പറഞ്ഞ പോലെ കെ ജി പഠിച്ച സമയത്ത് ആ സമയത്തൊക്കെ ഞാൻ കസിൻസ് ഈ പറഞ്ഞ പോലെ അംഗൻവാടിയിൽ പോകുന്നുണ്ട്, എന്നെ അംഗൻവാടിയിലൊന്നും ആക്കിയിട്ടില്ല. അപ്പൊ ഞാൻ വീട്ടിൽ സമരം ചെയ്തിട്ടാണ് എന്നെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടാക്കുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ടൈ ഇട്ടിട്ട് ഷൂസ് ഉണ്ട്. പിന്നെ എന്റെ മൂത്താപ്പ എങ്ങാണ്ട് ഗൾഫിലാണ്, അപ്പൊ പുള്ളി കൊണ്ടുവന്നൊരു എയർ ഇന്ത്യയുടെ ബാഗുണ്ട്, സൈഡിൽ വെക്കുന്നൊരു വെള്ള, പിന്നെ കഴുത്തി കൂടെ ഒരു എന്താ മേളില് നമുക്ക് സ്നാക്സ് വെക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതൊക്കെ തൂക്കിട്ട് പോവാ, നല്ല രസമായിരുന്നു. വാട്ടർ ബോട്ടിലിന്റെ മുകളിലെ സ്നാക്ക് ബോക്സ്. അതില് ബൂസ്റ്റും മേളില് പഴം നുറുക്കിയതായിരിക്കും എനിക്ക് മിക്കവാറും എല്ലാ ദിവസം. അപ്പൊ അവിടെ ആ സ്കൂളില് ഈ ടീച്ചേഴ്സ് ഇങ്ങനെ ചെയ്യുമായിരുന്നു, പണിഷ്മെന്റ് ആയിട്ട് നമ്മളെ കൊണ്ടുവരുന്ന പെൺകുട്ടികളുടെ ഇടയിൽ ഇരുത്തുക. അപ്പോ ഞാൻ ആലോചിക്കുമ്പോ ഇത് പിന്നീട് എനിക്ക് പെൺകുട്ടികളുടെ ശത്രുതാമനോഭാവമാണ്. ഇത് നമുക്ക് പണിഷ്മെന്റ് ആണല്ലോ ഇതിനോട് ഇന്ററാക്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാല്. അല്ല, പെണ്ണുങ്ങളൊരു വികൃത ജീവികളാണ് ആ ഒരു പോയിന്റിലല്ലേ. ഒരിക്കലും പക്ഷെ ചില കൊണ സ്വഭാവം അന്ന് നമുക്ക് അവരുടെ കൊണ സ്വഭാവം ഇവരുടെ നമ്മൾ ബോയ്സ് സാധനം ഉണ്ടായിരുന്നു ചെറു ക്ലാസ്സിൽ ഭയങ്കര നമ്മുടെ 4ാം ക്ലാസ്സിൽ മിക്സഡ് പ്രശ്നമില്ല. കാരണം ചെറിയ സ്കൂളിൽ ചെറിയ കുട്ടികള് കുറച്ച് ആൾക്കാർ, അപ്പൊ അതുകൊണ്ട് മിക്സഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. പക്ഷെ 5ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആൺകുട്ടികളെ വേറൊരു സെക്ഷൻ, പെൺകുട്ടികൾ വേറെ സെക്ഷൻ. അപ്പം ഈ ടീച്ചർ ഈ സാധനം ചെയ്യുമായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരുത്തിനെ കൊണ്ട് പെൺകുട്ടികൾ ഇരിക്കുന്ന അടുക്കിരുത്തും. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ അവർക്ക് ശരിക്കും ബുദ്ധിമുട്ടായി, ഇത് ഇവനെ ശിക്ഷിക്കാൻ വേണ്ടി ഇരുത്തുന്നത്. പക്ഷെ പെൺപിള്ളേർക്ക് ബുദ്ധിമുട്ട് എങ്ങനെയാണെന്നിരിക്കുമ്പോൾ, കാരണം അവിടെ അങ്ങനെ വേർതിരിച്ചിരുത്തുന്ന മാറി മാറി ഇരിക്കും. പിന്നെ ഇവര് ഇതിനകത്ത് മടിച്ചിരിക്കും. അങ്ങനെ ഇന്റിമിഡേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അല്ല, പക്ഷെ അതെന്ന് പറയുമ്പോ അത് മോശമല്ലേ? സത്യത്തിൽ അതൊക്കെ നല്ലതല്ലേ? പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ അല്ല, അങ്ങനെ ഞാൻ എന്റെ നെഫ്യൂ പോകുന്ന സ്കൂളിൽ ജനറൽ ന്യൂട്രൽ യൂണിഫോം ഒക്കെയാണ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പാന്റും ടീഷർട്ടും ആണ്. ഓ, ചെന്നൈയിലാണ്. ജനറൽ ന്യൂട്രൽ ആവുന്നത് നമ്മുടെ രണ്ടുപേരും ഇടാത്ത സാധനങ്ങൾ ഇടുന്നില്ല ജെൻഡർ ന്യൂട്രൽ. അങ്ങനല്ലേ ജോണെ വേണ്ടത്? ഇത് ആണുങ്ങളുടെ ഡ്രസ്സല്ലേ എന്ന്, അതായത് അത് ആണുങ്ങളെന്ന് പറയണ്ട, ഒരു സെറ്റ് ഓഫ് കാലങ്ങളിൽ സ്റ്റീരിയോടിപ്പിക്കലി ആണുങ്ങൾ ഇട്ടുകൊണ്ടിരുന്ന സാധനം പിന്നെ സ്റ്റീരിയോടിപ്പിക്കലി പെണ്ണുങ്ങൾ സാധനം. ഇത് ആരുടെയും നമുക്കറിയത്തില്ല. സത്യത്തിൽ ഇത് ടീഷർട്ടിനാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ല, ടീഷർട്ടിനും ജീൻസിനും പുതിയൊരു മാറ്റം കൊണ്ടുവന്നേക്കുന്നത്. ഇത് ജനറൽ ന്യൂട്രലാക്കി. കുറെ ടീഷർട്ട് ഒക്കെ ഇപ്പൊ ഇറക്കുന്നത് യൂണിസെക്സ് എന്ന് പറഞ്ഞിട്ടല്ലേ? എങ്ങനെ യൂണിസെക്സ് ആകുന്നത്? എന്തുകൊണ്ടാണ് ഇത് സെക്സ് അല്ല? നിങ്ങളുടെ ഇതാണ് പെണ്ണുങ്ങൾ അങ്ങനത്തെ ഡ്രസ് ഇടണം എന്നുള്ളത്. എങ്ങനത്തെ ഡ്രസ് ഇടണം പെണ്ണുങ്ങൾ? അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങളുടെ ഡ്രസ് എന്ന് പറയുന്നത് അത് ഞാൻ ആണുങ്ങളുടെ ഡ്രസ് പെണ്ണുങ്ങളുടെ ഡ്രസ് എന്താണ്? ഇല്ല, ആണുങ്ങളുടെ ഡ്രസ് പെണ്ണുങ്ങളുടെ ഡ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. അല്ല, പിന്നെ ജെൻഡർ ന്യൂട്രൽ. പിന്നെ എന്താണ് ന്യൂട്രലാണ്? കാരണം പിന്നെ എന്താണ് ജെൻഡർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതാണ്. ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അപ്പൊ ആണെന്ന് പെണ്ണും ഇല്ല ഡ്രസ്, ഒരു ഡ്രസ്. പിന്നത്തെ പ്രശ്നം ഇത് മാറ്റം കൊണ്ടുവന്നതേ മനുഷ്യന്മാരുടെ ഇടയിലേക്കല്ല, ഡ്രസ്സുകളുടെ ഇടയിൽ. ഡ്രസ്സിന് ഒരു ജെൻഡർ ഇല്ലെങ്കിൽ പിന്നെ ജെൻഡർ ന്യൂട്രൽ ടേമിന് തന്നെ സാധ്യതയില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഡ്രസ്സിന് ജെൻഡർ ഇല്ല എന്ന് പറഞ്ഞാൽ നേരത്തെ ആണുങ്ങൾ ഇതിടുക, അതായത് സ്റ്റീരിയോ ടൈപ്പ്. ആ സ്റ്റീരിയോ ടൈപ്പില് ആണുങ്ങൾക്ക് ഇതാണെന്നും പെണ്ണുങ്ങൾക്ക് ഇതാണെന്നും പറഞ്ഞിട്ട് ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ സ്റ്റീരിയോ ടൈപ്പ് രണ്ടുപേർക്ക് ആക്കുന്നത് എങ്ങനെ ജെൻഡർ ന്യൂട്രൽ? ഇല്ല, അത് ആണുങ്ങളുടെ സ്റ്റീരിയോ ടൈപ്പ് എങ്ങനെ ആകുന്നത്? സ്റ്റീരിയോ ടൈപ്പ് എങ്ങനെയാണ് സ്റ്റീരിയോ ടൈപ്പ്? നമ്മുടെ ഈ വിഷയത്തിന് കൂടെ എന്നുള്ള സാധനം അതാണ് പുള്ളി പറയണേ. ഇത് വേറെ വിഷയ, ഇത് നമുക്ക് വേറെ എപ്പിസോഡിൽ നമുക്ക് തിരിച്ച് വട്ടപ്പേരിലോട്ട് വരാം. ഓ, നമ്മുടെ സ്കൂളിൽ പറയണേ ചട്ടി പട്ടി, ചട്ടി പട്ടി ചിമ്പൻ PT മാഷ് പട്ടി മാഷ് എന്ന് പറയായിരുന്നു. വളരെ സോഫ്റ്റ് ടാർഗറ്റ് ആണ്. പിന്നെ പൈഡം, അത് പൈഡം എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് ടീച്ചറായിരുന്നു. പൈ മാഡം ആണ്. പിന്നെ മാത്തൻ, അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു, മാറ്റി. അങ്ങനെയൊക്കെ നമ്മൾ പണിഷ്മെന്റ്സ് ഇൻഡിവിജ്വലി നമ്മൾ കണ്ടിട്ടുള്ള പണിഷ്മെന്റ്സ് കൂടുതൽ പറയാം. അതായത് ആൾക്കാർ എക്സ്പീരിയൻസ് ചോദിച്ചത് അതിന്റെ ഉദ്ദേശം അതാന്ന് തോന്നുന്നു. നമ്മൾ കണ്ടിട്ടുള്ള അന്നത്തെ ടെറർ മെത്തേഡുകൾ, അങ്ങനെയുള്ള ടെററൊന്നും വന്നില്ലല്ലോ. ഇവിടെ അടിക്കുന്ന സാധനമുണ്ട്. കൈ കണ്ണൊക്കെ അടിക്കുന്ന പരിപാടികൾ, അതായത് ഇങ്ങനെ അടിച്ചൊക്കെ മടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഹെവി ശിക്ഷയായിട്ട് ഇങ്ങനെ മടിച്ചിട്ട് എനിക്കിപ്പോ അത് ഓർക്കുമ്പോ തന്നെ ഞാൻ മറ്റേ ടൈപ്പ് ആയിരുന്നു. നമ്മുടെ സ്കൂളിലൊക്കെ മുഖത്തിന് അടിക്കുമായിരുന്നു. പോടാ, പിന്നെ കൈ വെച്ചിട്ടോ? കൈ വെച്ചിട്ട് തന്നെ. അത് നമ്മുടെ അവിടെ അടിക്കില്ല, അത് അടിച്ചാണെങ്കിൽ വീട്ടുകാരും എന്ത് പ്രശ്നം? അതാ അവിടെയാണ് നിങ്ങൾ വേണമെങ്കിൽ അവന്റെ ദേഹത്ത് എവിടെ അടിച്ചോ എന്ന് പറയും. അടി വീഴാൻ തിരിച്ച് പാരന്റ്സിന്റെ അടുത്ത് പോകണ്ടല്ലോ, അതല്ലേ? തിരിച്ച് പാരന്റ്സിന്റെ അടുത്ത് നമ്മൾ പോകുന്നില്ല. അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന, അതായത് ഗുരുകുല സിസ്റ്റം, നമ്മൾ ഗുരുവിനെ സേവിച്ച് താമസിക്കുക എന്നുള്ളതാണല്ലോ ഐഡിയ നവോദയയുടെ. അപ്പൊ ഞാൻ ആ ഒരു സിസ്റ്റം ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഒരു ഷെഡ്യൂൾ എൻ്റെ ഒരു ഓർമ്മയിൽ ഇരിക്കുന്ന വെച്ച് ഞാൻ പറഞ്ഞുതരാം. അവിടെ അടിക്ക് സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, രാവിലെ നമ്മൾ 5:30 നമ്മൾ PT ഗ്രൗണ്ടിലെത്തണം. അപ്പൊ അതിന് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ
നമ്മളെ കൊണ്ടൊരു 10 ചിലപ്പോൾ ഒരു 5 റൗണ്ട് ഓടാൻ പറയും. അത്യാവശ്യം വലിയ ഗ്രൗണ്ടാണ്. അതുപോലെ വല്ലാണ്ട് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 4 ഹൗസുകളുള്ള ആരവല്ലി, നീൽഗിരി, ശിവാലിക്, ഉദയഗിരി മൗണ്ടൻ റേഞ്ചസിന്റെ പേരാണ്. അപ്പൊ നമ്മുടെ ഹൗസിനെ മൊത്തം ഈ പറഞ്ഞ പോലെ ഓടിക്കും. അത് പുള്ളിയുടെ ഒരു ഇതുപോലെ ഇഷ്ടം പോലെ ചെയ്യും. പിന്നെ എല്ലാരും കൂടെ പിന്നെ ഇതുപോലെ യോഗ, ആഴ്ചയിൽ ഒരു ദിവസം യോഗയുണ്ട് ഈ ടൈം സ്ലോട്ട് 5:30 to 6 സമയത്ത്. അപ്പൊ ശവാസനത്തിൽ കിടന്നാലും നമ്മൾ നൈസിന് ഉറങ്ങി. അതും യോഗ എടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന സീനിയർ ചേച്ചിമാരെ ട്രെയിൻ ചെയ്തിട്ട് അവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു ചേട്ടനായിരിക്കും നമ്മളെ. അപ്പൊ നമ്മള് ചിലപ്പോൾ അതിന്റെ ഇടയിൽ ഇച്ചിരി നമ്മൾ കാഷ്വൽ ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കളി. അപ്പൊ സാറ് ചിലപ്പോ ഇങ്ങനെ വന്നിട്ട് നോക്കിയിരിക്കും, കുറച്ച് പേരെ സ്പോട്ട് ചെയ്യും, എന്നിട്ട് അടി. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ അസംബ്ലിക്ക് ലേറ്റ് ആവുന്നത് ഒരു 7:15 സമയത്താണ് എന്റെ ഒരു ഓർമ്മയിൽ അസംബ്ലി സമയമായിരിക്കുന്നത്. അപ്പൊ അതിന് ലേറ്റ് ആയി കഴിഞ്ഞാൽ അതിനടി. പിന്നെ ഷൂസ്, നമുക്ക് വൈറ്റ് ക്യാൻവാസ് ഷൂസാണ് തന്നിട്ടുള്ളത്. അത് നീറ്റായിട്ട് കൊണ്ടു നടക്കണം. നമുക്ക് വർഷത്തേക്ക് തരുന്ന ഒരു സെറ്റ് 1-2 ബോട്ടിൽ ഷൂ പോളിഷാണ് നമുക്ക് തരുന്നത് ഒരു വർഷത്തേക്ക്. അതൊക്കെ ഉണ്ട് ഈ ക്യാൻവാസ് ഷൂ. അപ്പൊ അത് വൈറ്റ് ആക്കുന്ന പരിപാടിയുണ്ടോ? ഈ തല്ലുമാലയില് സ്നീക്കേഴ്സിൽ കയറി ചവിട്ടുമ്പോ അടി പൊട്ടണല്ലേ, ആ വികാരമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഷൂസ് വെളുത്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജസ്റ്റ് സീനിയർ ചേട്ടന്മാര് മാത്സ് സാർ ക്ലാസ്സിൽ വന്നപ്പോ ചോക്കില്ല അവിടെ വെച്ചിരുന്ന, എനിക്കൊന്ന് പുള്ളി തലേന്ന് എങ്ങാണ്ട് ഒരു സെറ്റ് എങ്ങാണ്ട് വെച്ചിട്ട് പോയതാ. വന്ന് നോക്കുമ്പോ ചോക്കില്ല. പുള്ളി അപ്പൊ തന്നെ ബോയ്സ് വന്ന് ലൈൻ നിൽക്കും. എന്നിട്ട് പുള്ളി വടിയെടുത്ത് ഷൂസിൽ തട്ടി. കുറെ 2 പേര് കഴിഞ്ഞപ്പോ മൂന്നാമത്തെ ഷൂസിൽ നിന്ന് ഇങ്ങനെ പൊടി പറക്കുക. അവൻ ഷൂസ് പോളിഷ് ചെയ്ത ചോക്ക് എടുത്തിട്ട്. അപ്പൊ അസംബ്ലിക്ക് അടി പൊട്ടുന്ന കേസ് അങ്ങനെ. അതുപോലെ നമുക്ക് അസംബ്ലിക്ക് സ്റ്റേ ബാക്ക് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കും. അതായത് നമുക്കൊരു നേഴ്സ് ഉണ്ട്, ഇത്രയും സ്റ്റുഡൻസിന് വേണ്ടി ഒരു നേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ക്ലാസ്സിൽ തന്നെ ഇരിക്കാൻ, അസംബ്ലിക്ക് പോകാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ സാറന്മാർ ചിലപ്പോൾ ഈ എല്ലാ പോയിന്റിലും എപ്പോഴൊക്കെ സ്റ്റുഡൻസ് കൂടുന്നു അവിടേക്ക് ഇവർ ആൾക്കാരുടെ നമ്പേഴ്സ് എടുത്തോണ്ടിരിക്കും. ഇതൊന്നും ആരെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ, ആരെങ്കിലും ചാടിയിട്ടുണ്ടോ, ഒരു ജയില് പോലത്തെ സെറ്റപ്പാണ്. അപ്പോൾ എന്നിട്ട് സാറന്മാർ ചിലപ്പോൾ ഈ നമ്പർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിലോട്ട് വരും. എന്നിട്ട് വന്നിട്ട് ഈ നേഴ്സിനെ കൺസൾട്ട് ചെയ്യാത്ത ആൾക്കാരെ എടുത്തിട്ട് അടിക്കും. പിന്നെ അസംബ്ലിക്ക് പറയട്ടെ. പിന്നെ അതുപോലെ അസംബ്ലിക്ക് നിന്നോണ്ടിരിക്കുമ്പോ അതിന്റെ അസംബ്ലിക്ക് നിൽക്കുമ്പോ ലൈൻ നിൽക്കുമ്പോ അതിന്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഇച്ചിരി വേണം കളിച്ചാൽ അതിനെടുത്തിട്ട് അടിക്കും. അത് പിന്നെ അത് ഓക്കെ, വലിയ കുഴപ്പമില്ലാത്തൊരു കേസാണ്. ഇത് അടിക്കാൻ വേണ്ടി ഒരു സാറ് അല്ല, അങ്ങനത്തെ ടെറർ സാറന്മാരുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് ഇതിനെല്ലാം അടി വരാനുള്ള എല്ലാ സാധ്യതകളാണ് ഞാൻ പറയുന്നത്. ഇതിന് എല്ലാത്തിനും ഇരുന്ന് അടിക്കാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നല്ല, അടി വരാനുള്ള സാധ്യത, ഒരു ദിവസം പൊട്ടാനുള്ള സാധ്യതകളാണ് ഇതൊക്കെ. മാർക്കിനൊക്കെ അടിക്കുന്ന പരിപാടി ഉണ്ട് അവിടെ? മാർക്ക് വല്ലാതെ കുറഞ്ഞാലൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ കോപ്പി അടിച്ച് പിടിച്ചാല് അങ്ങനത്തെ കേസൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ഇത് ഭയങ്കര ഒരു കലയായിരുന്നു. തുണ്ടെങ്കിലല്ലേ നമ്മളൊക്കെ കാണുമ്പോ ഓരോരുത്തർ തുണ്ടെടുത്ത് എഴുതുന്നതും നമുക്ക്, അതായത് സീനിയർ ചേട്ടന്മാരുടെ ഇടയിലൊക്കെ അല്ലേ നമ്മൾ ഇരിക്കണ്ടാവും. നമ്മൾ തുണ്ട് പാസ് ചെയ്യുക, പേപ്പർ എക്സ്ചേഞ്ച് ചെയ്യാൻ ഇതിന്റെ ഇടയിൽ നിൽക്കുക. അപ്പൊ ഞാൻ അസംബ്ലിയിലല്ലേ എത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് പാട്ടും എടുക്കേണ്ടി വരും. മെസ്സില് എനിക്ക് ബുധനാഴ്ച കഞ്ഞിയുണ്ട്. എനിക്ക് രാവിലെ കഞ്ഞി കുടിക്കുന്നത് ചിലപ്പോഴൊന്നും നമ്മൾ പോവാറില്ല. അപ്പൊ നമ്മൾ ഇടയ്ക്ക് കുറച്ച് പൈസ കൂടി കഞ്ഞിയിലവിടെ പോകണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇരിക്കും, നമ്മൾ ഹോസ്റ്റലിൽ വന്നിട്ട് ഇരിക്കും. ചിലപ്പോൾ അതിന് എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോകത്തിന് അടി കിട്ടിയിട്ടുണ്ട്. അവിടേക്ക് ഈ പറഞ്ഞ പോലെ മെസ്സിലും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നമ്പർ എടുക്കൽ പരിപാടി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. പിന്നെ അത് കഴിഞ്ഞാൽ ക്ലാസ് നമുക്ക് വിടുന്ന ഉച്ചയ്ക്ക് 1:30 നമ്മുടെ പരിപാടി തീരുന്നത്. അത് കഴിഞ്ഞാൽ ലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഠിക്കുന്ന സമയമുണ്ട്. 2:30 മുതൽ ഒരു ലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് 1:30 എങ്ങാണ്ട് തീരും. അത് കഴിഞ്ഞ് രാവിലെ 7:30 തുടങ്ങും ക്ലാസ്. എന്നിട്ട് ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോയിരുന്ന് പഠിക്കണം. ഒരു സ്റ്റഡി ടൈം. അതാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അടിയാണ്. ഒരു സാറ് ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സാറുമാര് 2 നിലയാണ്. അപ്പൊ ഒരാൾ താഴെയും ഒരാൾ മേളിലായിട്ട് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടാവും.
അപ്പോൾ അവർ ഇങ്ങനെ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും. ചിലർ ചില്ലായിരിക്കും, ചിലർ നമ്മൾ ഉറങ്ങുന്നുണ്ട് ചിലപ്പോൾ അവിടെ അടി വീഴും. അതുപോലെ ഈ സംസാരം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കളിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ എൻ്റർടൈൻമെൻറ്റ് പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പോൾ സൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ വരും. എന്നിട്ട് ആരൊക്കെയാണ് സൗണ്ട് ഉണ്ടാക്കിയത്, ക്ലാസ് ലീഡർ പറയൂ, അവിടെ ഒരു അടിക്കൊരു സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ PT ആണ്, രസമാണ്. ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പറയട്ടെ, സ്റ്റഡി ടൈം കഴിഞ്ഞാൽ നമുക്ക് PT ഒരു 4:30 കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 5:30 5:45 വരെ നമ്മൾ കളിക്കാൻ പോകും. 4:30 തുടങ്ങിയിട്ട് അങ്ങനെയാണ്. ആ ഒരു ടൈം സ്ലോട്ടിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ അങ്ങോട്ട് നമുക്ക് PT സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സ്പോർട്സിൽ വല്ല നല്ല പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് നല്ല പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വല്ല എക്സ്ട്രാ കോച്ചിങ്ങോ പരിപാടിക്കൊക്കെ അതൊക്കെ നമ്മുടെ PT സാറിന്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ ഒരു ടീമിനെ, അതായത് നമ്മുടെ സ്കൂളുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഉണ്ട്, അതൊന്ന് പിന്നെ അടുത്ത ലെവലിലോട്ട് പോകുന്നത്. ട്രെയിനിങ്ങിന് അധികം സമയം വേണ്ടേ? അപ്പൊ അങ്ങനെ സ്പെഷ്യലായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള പിള്ളേരെ നമ്മൾ PTക്ക് ചെല്ലുമ്പോൾ തന്നെ മാറ്റിയിട്ട് അവരൊരു ഗ്രൂപ്പായിട്ട് അവരെ പുള്ളി സെപ്പറേറ്റ് ട്രെയിൻ ചെയ്യും. അങ്ങനെയൊക്കെ. പിന്നെ അവരുടെ അടി വരട്ടെ. ഒരു മണിക്കൂറത്തെ PT കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറന്മാര് കുറച്ച് ഇൻസെക്യൂർ ആയിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അത് കുറച്ച് നമ്മുടെ അധ്യാപകർ മൊത്തം ഇൻസെക്യൂർ ആയിരുന്നു ജനറലി. എല്ലാവരും കുറ്റം. PT കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും സ്റ്റഡി ആറുണ്ട്. അത് 6:30 തൊട്ട് എനിക്കൊന്ന് 8 മണി വരെ പിന്നെ നമ്മൾ പോയിരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പിള്ളേർ ചിലപ്പോൾ അലമ്പുണ്ടാവും. ഈ പറഞ്ഞ പോലത്തെ നേരത്തെ ഒരു റെപ്പറ്റീഷനാ. അത് കഴിഞ്ഞാൽ പിന്നെ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റഡി അവേഴ്സിൽ ശരിക്കും പറഞ്ഞ റെമഡിയൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ സെൽഫ് സ്റ്റഡി എന്നുള്ളതാണ് ഐഡിയ. അപ്പോൾ നമ്മളിപ്പോൾ വീക്കായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ടീച്ചേഴ്സ് അവരെ വന്നിട്ട് ഒരു കെയർ കൊടുക്കണം ഐഡിയലി. പക്ഷെ അത് അധികം അങ്ങനെ കൊടുക്കാറില്ല. അതിന്റെ ആവശ്യം വരാറില്ല എന്ന് തോന്നുന്നു. പിള്ളേർ കുറെയൊക്കെ അത്യാവശ്യം പഠിക്കുന്ന പിള്ളേരാണ്. പിന്നെ എന്നിട്ട് ഡിന്നർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ റോൾ കോൾ ഉണ്ട്. പിന്നെ ഇരുത്തിയിട്ട് ആൾക്കാരുടെ നമ്പർ എടുക്കുന്ന പരിപാടി. ഈ പറഞ്ഞ സ്റ്റഡി ടൈമിൽ എപ്പോഴും നമ്മൾ ആൾക്കാരുടെ നമ്പർ എടുത്തോണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് അതിന് ചിലപ്പോൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ പിള്ളേർ ചിലപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ ഒന്ന് കിടന്നുറങ്ങി. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു അടിപൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ പിന്നെ പരിപാടിയൊക്കെ തുടങ്ങുന്ന ആ സമയത്താണല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഒരു 9 മണി ഈ പരിപാടി റോൾ കോളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ പിള്ളേർ സെറ്റൊക്കെ ഇരുന്നിട്ട് ഓരോ പരിപാടികളാണ്. അപ്പോൾ അതൊക്കെ പറ്റും. പക്ഷെ ഈ പറഞ്ഞ പോലെ ചിലപ്പോഴൊക്കെ നമുക്ക് ഓരോ ഹൗസിനും ടീച്ചർമാരുണ്ട് സൂപ്പർവൈസ് ചെയ്യുന്നത്. പിള്ളേർ തമ്മിലൊക്കെ അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഈ സാറന്മാരൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് രാത്രി ചുമ്മാ ഇങ്ങനെ കയറി വരും, ചുമ്മാ ഒരു ഇൻസ്പെക്ഷൻ, ഒരു സർപ്രൈസ് ഇൻസ്പെക്ഷനൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എണീറ്റിരുന്ന് എന്തെങ്കിലും അലമ്പ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് സ്പോട്ടിൽ അവിടെ ഒരു അടി കിട്ടും. പിന്നെ അതുപോലെ ശനിയാഴ്ച എനിക്ക് തോന്നുന്നു നമ്മുടെ ഷെഡ്യൂൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിരുന്നു. ഞായർ അവധി, അതിനു മുമ്പ് ശനിയാഴ്ച കുറച്ച് റിലാക്സ്ഡ് ആണ്. ഇല്ല, ഞായറാഴ്ച പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു സിനിമ കാണും. ബാക്കി സമയം ടി വി വെച്ചിട്ട് പുറത്ത് കടയിൽ നിന്ന് പോയിട്ട് കാസറ്റ് അല്ലെങ്കിൽ CD കൊണ്ടുവരുന്ന പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, അതിനു വേണ്ടി ഏർപ്പാടാക്കിയിരിക്കുന്ന ഒരാള്, അവർക്ക് മാത്രമാണ് പുറത്ത് പോയിട്ട് ഒരു കാസറ്റ് അല്ലെങ്കിൽ CD എടുത്ത് വരാനുള്ള പെർമിഷൻ ഉള്ളു. നമ്മളിടയ്ക്ക് ഇതുപോലെ മതില് ചാടി എന്താ പറയാ, അവിടെ ഒരു കോട്ടുമല എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് പൊറോട്ടയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരിക, അങ്ങനെ സ്കീമൊക്കെ ഉണ്ടായിരുന്നു. തിയേറ്ററിൽ പോയിട്ടില്ല. ഉണ്ട്. അപ്പൊ ഇതിനു ശേഷമൊക്കെ നമ്മള് ലൈറ്റ് ഒക്കെ ഇട്ടിരിക്കും. ഈ കളിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, മറ്റേ അടിക്കുന്ന പരിപാടി, അടിച്ചോണ്ടിരിക്കും. പിന്നെ അതുപോലെ CCA എന്ന് പറഞ്ഞിട്ട് നമ്മളെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് TV ഇല്ല, അപ്പോൾ നമ്മൾ തന്നെ നാടകം പരിപാടി, മിമിക്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ ഓരോ സാധനങ്ങളൊക്കെ തട്ടി കൂട്ടിയിട്ട് 2 ബങ്ക് ബെഡ്, അതിൻ്റെ ഇടയിൽ ഒരു കയറൊക്കെ കെട്ടി ഈ തിരശ്ശീല വലിക്കുന്ന പരിപാടി, അനൗൺസ്മെന്റ് സൈഡ് ചെയ്ത് എന്നിട്ട് ഫ്രണ്ടിൽ എല്ലാവരും കൂടെ ഇരുന്ന് നമ്മൾ എന്റർടൈൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുള്ള ഒരു കാലഘട്ടമാണ് അത്. അല്ല, ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് അടി വരുന്ന സാധ്യതകളാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പക്ഷെ അതിന്റെ ഇടയിൽ ഭയങ്കര രസമായിരുന്നു. നമ്മള് നമ്മുടെ കൂട്ടുകാരായിട്ടാണ് അവിടെ എപ്പോഴും, അല്ലേ? അതുകൊണ്ട് രസമാണ്. അത് ഭയങ്കര ഫണ്ണാണ്.
എന്തായാലും ജയിലിനകത്ത് കൂട്ടിട്ട് കിട്ടുന്ന പോലെ തന്നെയാണ് ഇത്. എന്റെ കോളേജില് കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നിങ്ങൾ അവിടെ നിന്ന് അടിച്ച് പുറത്തിറങ്ങില്ല, അത് നടക്കാൻ പോകും ഉറപ്പല്ലേ. നമ്മളവിടെ ഈ എംപോസിഷൻ പരിപാടിയുണ്ട്. Imposition ഉണ്ടാ നമുക്കുണ്ട്. മാർക്ക് കുറയുമ്പോൾ തെറ്റ് എക്സാം ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ മാത്രമല്ല, ഇങ്ങനെ എഴുതിയൊരു ഇങ്ങനെ എന്തെങ്കിലും സാധനം തന്നിട്ട് ഞാൻ ഇനി സംസാരിക്കില്ല, ഞാൻ ഇനി വഴക്കുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ എംപോസ് ചെയ്യും. 100, 1000 എന്നൊക്കെ പറഞ്ഞ് എഴുതിപ്പിക്കണം. ആ പരിപാടി ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഇതിലല്ലടാ 4ാം ക്ലാസ് വരെയുള്ള സമയത്ത് അല്ല, 8ാം ക്ലാസ്സിൽ ജയിക്കുമായിരുന്നു, 7ാം ക്ലാസ്സിലൊക്കെ ജയിക്കുമായിരുന്നു. പാവം ടീച്ചർമാരൊക്കെ ഇമ്പോസിഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും. പ്ലീസ് 50 പാവമാണോ? അത് പാവമല്ലേ? അത് നല്ല, അതൊക്കെ ചെയ്യിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇമ്പോസിഷനൊക്കെ എനിക്ക് ഇങ്ങനെ സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കോളേജിലൊക്കെ ഉള്ള സമയത്തൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അടിച്ച് ഫിറ്റായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കോളേജിന്റെ പരിപാടിയോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ വെള്ളിയാഴ്ച ബ്രേക്ക് ഉണ്ടല്ലോ, ആ സമയത്ത് 2 മണി വരെ കണ്ട് ബ്രേക്ക് ഉണ്ട്. നമ്മള് അവിടെ ഷാപ്പിലൊക്കെ പോയിട്ട് ചിലപ്പോൾ ക്ലാസ്സിൽ ചിലപ്പോൾ പിന്നെ മൂടുണ്ടെങ്കിൽ ചിലപ്പോൾ ക്ലാസ്സിലും കയറുള്ളൂ. അപ്പൊ ഈ സമയത്തൊക്കെ ചില സമയത്ത് ചില സാർ ഏതോ കോളേജിന്റെയോ ആർട്സോ എന്തോ പരിപാടിയുടെ വന്ന് ഇതുപോലെ എല്ലാരും അടിച്ച് നല്ല ഫിറ്റാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മറ്റേ സാറ് ഒരു സാറുണ്ട്, ആള് വന്നു. ആള് പറഞ്ഞിട്ടുണ്ടപ്പോ എല്ലാരും എടുത്ത് ചാടി രക്ഷപ്പെടാനായിരുന്നു മതില്. കുറച്ചു പേര് ചാടി, എടുത്ത് ചാടാൻ പറ്റണില്ല. എടുത്ത് ഹോളി കോണ എടുത്ത് പിന്നെ മുണ്ടൊക്കെ വരി ഇവിടെ കിടക്കുന്നു, ഇവരപ്പുറത്ത് കിടക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ എടുത്തിന് പറ്റണില്ല. അപ്പൊ അവൻ അടിച്ചു ഇഞ്ച പറ്റ. അപ്പൊ അവൻ ആ സമയത്ത് നിങ്ങൾ എന്നെ നോക്കണ്ട, നിങ്ങൾ രക്ഷപ്പെട്ടോ. അന്ന് ഞാൻ മേജർ ജിനി എന്നെ നോക്കണ്ട, നിങ്ങൾ രക്ഷപ്പെട്ടോ. അവൻ പിടികൊടുക്കാൻ തയ്യാറായിട്ട് എന്നെ പിടിച്ചാൽ ഞങ്ങളൊക്കെ പിടിക്കും. മുറിച്ച് കളയും നിങ്ങൾക്ക് വേണ്ടിയാ. അതുപോലെ തന്നെ ഈ പറഞ്ഞ മുണ്ട് ഇത് ചാടി രക്ഷപ്പെടാൻ പറ്റാണ്ട് മുണ്ടൂരി പോയാലുണ്ടല്ലോ, അവനന്ന് സാറ് പൊക്കിണ്ടായിരുന്നുണ്ട്. അവനെ അത് കഴിഞ്ഞിട്ട് ഇവൻ ഹോസ്റ്റലിൽ ചെല്ലാണ്, അല്ല ക്യാൻറ്റീനിലേക്ക് ചെല്ലാം. ക്യാൻറ്റീനിൽ ചെല്ലുമ്പോ 2 കാമുകന്മാരുണ്ടായിരുന്നു, വളരെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഇവരുടെ ടേബിളിൽ നമുക്ക് കോളേജിൽ ആക്ച്വലി, നമ്മുടെ കോളേജിൽ ഈ പ്രൊഫസർമാരുടെ ഫസ്റ്റ് പ്രയോറിറ്റി റിസർച്ചാണ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര അവരൊരു റിസർച്ച് എന്ന് മാത്രമല്ല, ചിലര് പുറത്ത് ബിനാമികളെ വെച്ച് കൺസൾട്ടൻസി അങ്ങനെയൊക്കെയാണ്. അല്ലാതെ അവർക്ക് ടീച്ചിങ് ഒരു താല്പര്യമുള്ള, ഇൻ കേസ് ഓഫ് അവരുടെ സബ്ജക്റ്റിൽ താല്പര്യം ഉണ്ടായിരിക്കും, കുട്ടികളുടെ താല്പര്യമില്ല. അതായത് ഭയങ്കര ഡിസോസിയേറ്റഡ് ആയിട്ടാണ് അവർ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇന്ററാക്ഷൻ ഇല്ല, അവര് കെയർ ചെയ്യില്ല. സത്യം. എന്ത് പണിഷ്മെന്റ് അവിടെ അല്ലേ? ഇല്ല അങ്ങനെയൊന്നുമില്ല, അവര് കെയർ ചെയ്യില്ല. അവര് വന്ന് അവരുടെ ജോലി പോലെ ചെയ്തിട്ടും. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല IIT-യിൽ ഒരു പ്രൊഫസറിന് എന്റെ പേരറിയാമെന്നുള്ള. പറഞ്ഞ സ്കൂളിലൊന്നും തന്നെ ഒരു പരിപാടിക്ക് പൊക്കിയിട്ടില്ലെങ്കിലും കോളേജിൽ എല്ലാ കൊല്ലം ഈ പറഞ്ഞ സ്കൂളില് ഒറ്റ പ്രാവശ്യം പോലെ എന്റെ അമ്മ സ്കൂളിൽ വന്നിട്ടില്ല, കോളേജിൽ 4 കൊല്ലം വന്നിട്ട്. ഒരു പ്രാവശ്യം വന്നിട്ട് അവസാനം സാറ് അമ്മയുടെ ചോദിച്ചു, നിങ്ങളുടെ വീട് എവിടെയാന്ന് പറഞ്ഞു തൃശ്ശൂർ, ഇവിടെ അടുത്തല്ലോടത്ത് വീട്. എന്തിനാണ് അവിടെ വിളിച്ചത്? എല്ലാത്തിനും വിളിക്കും. അങ്ങനത്തെ പ്രൈവറ്റ് സ്കൂൾ കോളേജ് അങ്ങനെയൊന്നല്ല, ഞങ്ങള് കുറച്ച് പേരെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് അമ്മയാണ് വരുന്നത്. അല്ല ഇതില് എങ്ങനെയായിരുന്നു അറിയാം, ആദ്യം പിടിച്ചോണ്ടിരുന്നപ്പോ മൊത്തം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനായിരുന്നു. പിന്നെ അത് കുറച്ച് കാലം കഴിഞ്ഞ് നിന്നപ്പോ അതിലത്തെ ഒരു 12 പേര്, പിന്നെ അതിലത്തെ ഒരു 5 ആളൊക്കെ. ഞാനിതിൽ എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ടായിരുന്നു. സ്കൂളിലൊക്കെ നമ്മളെ കൊണ്ട് തമ്മിൽ പണിഷ്മെന്റ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ്. അതായത് ഇപ്പം ഫ്രീ പീരീഡിൽ പേരെഴുതിപ്പിച്ചിട്ട് 2-3 പേരെ പിടിക്കില്ല. അപ്പൊ അടുത്തടുത്ത് നിൽക്കുന്നത് നീ അവന്റെ ചെവിക്ക് പിടിക്ക്, ഇവൻ നിന്റെ ചെവിക്ക് പിടിക്കും, 2 പേരും ഇങ്ങനെ ചെവിക്ക് പിടിക്കണം. ഇങ്ങനെ 2 പേരും കൂടെ ചെവിക്ക്, നീ എന്നെ ശിക്ഷിക്കണം, ഞാൻ തന്നെ ശിക്ഷിക്കണം. അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിത് അതായത് മറ്റേവൻ ചെയ്യുന്നുണ്ടോന്ന് സാർ നോക്കുക. അത് ഞാൻ നിന്നെ ഫേവർ ചെയ്താൽ ഞാൻ നിന്നെ ഫേവർ ചെയ്താൽ എനിക്ക് അടി കിട്ടും. അതുകൊണ്ട് ശരിക്കും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ട് വേദനിപ്പിക്കണം. എന്നിട്ട് കളർ കാണണം, ചെവി കളർ കാണണം, ചുമക്കണം എന്ന്. നീ കൈ എടുത്തിട്ട് നിന്നെങ്കിലേ നിനക്ക് അടി കിട്ടുന്നത്. അപ്പൊ ഞാനൊന്നും ചെയ്തില്ല, നിങ്ങൾ തമ്മിലായല്ലോ, നിങ്ങളല്ലേ സംസാരിച്ചത്, നീയൊക്കെ തന്നെ അങ്ങോട്ട് കിങ് മേക്കർ. അതെ, ഇല്ല നമ്മുടെ എൻ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആക്ച്വലി ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ ഉണ്ടായ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ റൂൾസും കോമ്പറ്റീഷനും ടീച്ചിങ് സ്റ്റൈലുമാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് അവർക്ക് ഫാക്ടറിയിൽ വർക്ക് ചെയ്യാൻ ഇതേപോലെ ഭയങ്കരമായിട്ട് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്നതും അത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ അവർക്ക് വേണ്ടത് ഒരു ലേബർ ഫോഴ്സിനായിരുന്നു. അതായത് ഭയങ്കരമായിട്ട് അതോറിറ്റി ഫോളോ ചെയ്യുന്നതും
പിന്നെ എനിക്ക് തോന്നുന്നു ടു എ പോയിന്റ് നമ്മൾ ഈ മാർക്ക് കൺസിസ്റ്റൻസിയാണ് ഇപ്പം നമ്മൾ കാശും കൺസിസ്റ്റൻസി, അതായത് എല്ലാ മാസവും നമ്മൾ ഇത്ര ഉണ്ടാക്കുന്നു, അടുത്ത മാസം നമ്മൾ കുറച്ചുകൂടെ ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ട്രെയിനിങ് തരിക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്. അവരുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലീഡേഴ്സിനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ അവര് ഇവിടെ ഫ്രീ തിങ്കിങ് ഒക്കെ മോശമാണ്, തർക്കുത്തരമാണ്, തിരിച്ചു പറയുന്നു അടി. അത് ഭാവിയിൽ നമ്മളൊരു ഓഫീസിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ മാനേജറിന്റെ അടുത്ത് കുണയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൊച്ചിലെ തൊട്ടുള്ള ട്രെയിനിങ് ആണ്. അതുകൊണ്ട് അതാണ് നമുക്ക് ലേബർ ഫോഴ്സിനെ ഉണ്ടാക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്, അല്ലാതെ ലീഡേഴ്സിനെ ഉണ്ടാക്കാനുള്ള. പക്ഷെ ഇപ്പം മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നെഫ്യൂടെ സ്കൂളിൽ പോയപ്പം അവിടെ അവർക്കൊരു ഫീലിംഗ് ബോർഡുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ എന്താണ് ഫീൽ ചെയ്യണേന്ന് പറയാം. ആർ യു ഫീലിംഗ് അല്ല, ആർ യു ഫീലിംഗ് സാഡ്, ആർ യു ഫീലിംഗ് ആംഗ്രി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഫീലിംഗ് ബോർഡിൽ അവരിങ്ങനെ കുറച്ച് ടാഗ്സ് വെച്ചിട്ടുണ്ട്. ഐ എം ഫീലിംഗ് ആംഗ്രി നൗ, ഐ എം ഫീലിംഗ് സാഡ് നൗ എന്നൊക്കെ. അപ്പോൾ നമുക്കങ്ങനെ ഫീലിംഗ് വരുവാണെങ്കിൽ നമ്മൾ ആ ടാഗ് എടുത്തിട്ട് അതെന്തോ ഒട്ടിച്ചു വെക്കുക എല്ലാം ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഒട്ടിച്ചു വെച്ചാൽ അങ്ങനെയാണ്. അപ്പൊ എനിക്കൊരു ദേഷ്യം ഞാൻ എക്സ്പ്രസ് ചെയ്തു, അല്ലാതെ ഞാനാണെങ്കിൽ അത് ബാക്കി പിള്ളേരെ അടുത്ത് വരില്ലല്ലോ. നാലാം ക്ലാസ് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ. അപ്പൊ പിള്ളേരെ ഫീലിംഗ് അത് പക്ഷേ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പൊ ആ സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പ്രിവിലേജ് ആയിട്ടുള്ള ഭയങ്കര IB സ്കൂളാണ്, ലക്ഷങ്ങളിൽ ഫീസ് മേടിക്കുന്ന സ്കൂളാണ്, AC സ്കൂളാണ്. ബസ് വരെ AC സ്കൂളാണ്, ബസ് വരെ AC ആണ്. നോട്ട്ബുക്ക്. അതെ, പണ്ടും പിള്ളേർ കുറവാണെങ്കിൽ ആക്ച്വലി ഇത് പഠിപ്പിക്കുന്നവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക. എനിക്ക് നമ്മുടെ കോളേജിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാത്തൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അത്രയും പിള്ളേരുണ്ടായിരുന്നു. പക്ഷെ പിള്ളേർ കൂടി ഒരു സിസ്റ്റത്തിൽ പിള്ളേരെ വല്ലാണ്ട് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും വലിയൊരു അവർക്ക് ബേസിക്സ് ചിലർക്കൊക്കെ അവിടെ വരുമ്പോഴാണ് ഒരു ഫ്രീഡം കിട്ടണം. അങ്ങനെയാണ് 80% ആൾക്കാരും. അതായത് അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് അവിടെ എന്തെങ്കിലും ടോപ്പ് അടിക്കാൻ പറ്റൂല, അപ്പൊ പിന്നെ ബോട്ടം അടിക്കാമെന്ന് എന്നുള്ള. മദ്രാസിൽ കഞ്ചാവ് അടിച്ച് നടക്കുന്ന ഒരു കമ്പിളിപ്പൊക്കെ പുതച്ച് നടക്കുന്ന ഒരു സ്റ്റുഡന്റിനെ പറ്റി എന്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രോപ്പ് ഔട്ട് ആയി പോയിട്ട് നമ്മള് അവിടെ സ്റ്റഫടി ഭയങ്കര കൂടുതലാണ്. അത് ആ ഒരു സാധനം എനിക്ക് പുറത്ത് വന്ന് വേറെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഇത്രയും അടിയന്മാരായിരുന്നു എന്നുള്ളത്. ഭയങ്കര നോർമലൈസ്ഡ് ആയിരുന്നു. നമുക്ക് അങ്ങനെ ക്ലാസ്സിൽ പോകേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ അങ്ങനെ ആളെ പറ്റി കേട്ടിട്ടുണ്ട്. ഡ്രോപ്പ് ഔട്ട് സ്റ്റുഡന്റ് കുറെ പേര് ഡ്രോപ്പ് ഔട്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ജോലിക്ക് പോവാത്തവരാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും. ഇല്ല, ഈ ചിലരൊക്കെ എനിക്കറിയാവുന്ന നമുക്കറിയാവുന്ന അല്ലല്ല, ഞാനിപ്പോ എന്റെ ചേട്ടൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ചുപേര് ഇങ്ങനെ അവരുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നവരുണ്ട്. അത്രയും മോശം അവസ്ഥയല്ല, എന്നാലും ഒരു ജോലിക്ക് പോകാനുള്ളൊരു എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് കാണിക്കുന്നില്ല എന്നുള്ളത്. അല്ല, നമുക്കറിയാവുന്ന, അതായത് നമുക്ക് 3rd ഇയർ വെക്കേഷൻ കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് കിട്ടി, പ്രീ പ്ലേസ്മെന്റ് ഓഫർ കിട്ടി, ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ചില്ലാണല്ലോ. 4th ഇയർ ഏറ്റവും ചില്ലാണ്. അപ്പം അടിച്ചു തുടങ്ങി. അതായത് 4th ഇയർ തുടക്കത്തിൽ അടിച്ചു തുടങ്ങി ഫ്ലിപ്പായി പോയ ആൾക്കാരുണ്ട്. ഫ്ലിപ്പായി പോയി എന്താ പറയാ, മിക്സ്. അതായത് 3rd ഇയർ വരെ വളരെ സീരിയസ് ആയിട്ട് പഠിച്ച് പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റിലാക്സ്ഡ് ആണ്, പിന്നെ ഒന്നും ചെയ്യാനില്ല, പിന്നെ പാസ് ഔട്ട് ആയാൽ മതി. അത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിച്ചവര് അപ്പോഴത്തേക്ക് ഈ ഹോസ്റ്റൽ നൈറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അടിക്കാൻ ഭയങ്കര പ്രഷറാണ്. അങ്ങനെ അടിച്ചു തുടങ്ങി 2-3 മാസത്തിൽ ഫ്ലിപ്പായി പോയ ആൾക്കാരുണ്ട്. അതായത് കംപ്ലീറ്റ്ലി ഇതിലൊന്നും ഒരു കാര്യമില്ല, പെട്ടെന്ന് ആ ഒരു തിരിച്ചറിവ് വരുമല്ലോ. അതെ അതെ അതെ, പെട്ടെന്ന് ആവശ്യമാണെന്ന് നമുക്ക് തോന്നുന്ന ചില സാഹചര്യങ്ങളാണ് ഇതൊക്കെ. കോർപ്പറേറ്റ് പണിഷ്മെന്റ് അടിച്ചൊക്കെ എത്ര നാള് ചെയ്ത് ഈ പ്രായത്തില് സ്വന്തമായിട്ടൊരു തിരിച്ചറിവില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അടിച്ച് നേരെയാക്കിട്ട് ഇല്ല. ഈ അടിക്കല് മാത്രമല്ലല്ലോ, ഇമോഷണലി ഷെയിം ചെയ്യുക, അതൊക്കെ ഭയങ്കര മോശമാണല്ലോ. ഷെയിമിങ് ഇമോഷണലി നമ്മളെ സ്കാർ ചെയ്ത് കളയും. നീ ഒരിക്കലും നന്നാവൂല, നീ ഒരിക്കലും നന്നാവൂല. അങ്ങനെ എത്ര പേര്, അങ്ങനെ ടീച്ചർമാര് റെഗുലർലി പറയുമല്ലോ. ക്ലാസ്സിൽ കോളേജിൽ
ഇലക്ട്രിക്കലിന്റെ അത് വേറെയാണ്. പക്ഷെ നിന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ടീച്ചർ നിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാല് അത് വേറെയാണ്. പറഞ്ഞിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ നിന്നോടാ ആ സ്റ്റാൻഡപ്പിന്റെ പുറകെയാണ് നമ്മൾ. കൊച്ചിലെ തൊട്ട് പറയുന്നുണ്ട്. അവരുടെ ഒരു സാധനമുണ്ട്, അധ്യാപകരുടെ തൃപ്തിക്കുറവ്, ശാപം കിട്ടിയാലുണ്ടല്ലോ പിന്നെ നീയൊന്നും പിന്നെ എനിക്ക് ഈ മാതാപിതാ ഗുരുദേവ് ഒരു മൈര് സാധനം എടുത്തോന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ഓണം ഉണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് കാരണം നമ്മൾ ഒരാളെ റെസ്പെക്ട് ഡയബറ്റീസ് വരെ എത്ര ഉള്ളൂ. ഏതൊരു പ്രായക്കാർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യണമെങ്കിലും ഗിവ് റെസ്പെക്ട് ആയിരിക്കണം റൂള്. അല്ലാതെ ഒരിക്കലും അവര് അധ്യാപകരാണല്ലോ എന്ന് പറഞ്ഞ് അവര് നമ്മളെ നേരെ രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളും തിരിച്ച് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. സത്യം പറഞ്ഞ ഇന്നത്തെ അധ്യാപകരെക്കാളും കുറെ കാര്യങ്ങളിൽ മുന്നിൽ വിവരമുള്ളവരായിരിക്കും ക്ലാസ്സിലിരിക്കുന്ന പിള്ളേര്. ഇപ്പോഴത്തെ പിള്ളേര് വേറെ ലെവൽ. അധ്യാപനം ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷനാണ്. നിങ്ങള് ഇതുകൊണ്ട് തന്നെ എന്തിനാണ് ടീച്ചർമാർക്ക് ഇത്രയും ഒരു ലെവലിൽ മാതാപിതാ ഗുരു ദൈവം ചോദിച്ച് പഠിച്ചാൽ മതി ഇനി കാര്യങ്ങളൊക്കെ. അല്ല അപ്പോഴാണ് ശരിക്കും പറയണേ, അതായത് പഠിക്കാൻ ഇന്നൊരു അധ്യാപകൻ പഠിപ്പിച്ചിട്ട് വേണമെന്നില്ല. ഇന്ന് ഒരു അധ്യാപകന്റെ വേണ്ട ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഒരു ബേസിക് മര്യാദയും കാര്യങ്ങളും പഠിപ്പിക്കാനാണ് സ്കൂളിൽ പറ്റണ്ടേ. അല്ലാണ്ട് വിഷയം പഠിക്കാൻ ഇന്ന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ യൂട്യൂബില് എല്ലാത്തിനെയും പറ്റി. ഞാനിപ്പോ തിരിച്ച് വർക്ക് ചെയ്യാൻ കയറുമ്പോഴാണ് ചാറ്റ് GPT. ശരിക്കും കോളേജിൽ ചാറ്റ് GPT ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യൂല. എന്നാലും എല്ലാ തലമുറയിലും എന്തെങ്കിലും ഒന്ന് പറയണ്ട. ഞാൻ എപ്പോഴും പറയും വാട്സപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് അസൈൻമെന്റ് എങ്കിലും ഇല്ല. ഇപ്പൊ ഇംഗ്ലീഷ് ഗ്രാമർ അറിയേണ്ട കാര്യമില്ല. ഇപ്പൊ ആക്ച്വലി ചാറ്റ് GPT എടുത്ത് പറയുക, അവര് കറക്റ്റ് ഒരു സാധനം ഉണ്ടാക്കും. അത് ഇപ്പോൾ ആക്ച്വലി നേരത്തെ ഇത് ഇൻഫർമേഷൻ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, കാരണം ഗൂഗിള് വന്നു. പക്ഷെ ഇതൊക്കെ ഒരു പോയിന്റിൽ നമ്മളെ വീക്കാക്കൂലേ. പക്ഷെ അത് നിങ്ങളുടെ വേറെ ചില മേഖലകളിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാകുമ്പോ അത് എപ്പോഴും അങ്ങനെയല്ല. അല്ല, ഇതൊരു ബേസിക് സാധനങ്ങളൊക്കെ ചിലപ്പോ നമ്മൾ വിട്ടൂല. അതായത് കണക്ക് കൂട്ടണമെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ US ആൾക്കാരോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കണക്കിന്റെ കാര്യത്തിൽ എപ്പോഴും പറയുമല്ലോ, ഇന്ത്യൻസ് അല്ലെങ്കിൽ ഏഷ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മെന്റൽ മാത്ത് ചെയ്യാൻ എളുപ്പമാണെന്നുള്ളത്. വേദിക് മാത്തമാറ്റിക്സ് ഉണ്ട്. സാധാരണ ഒരു ഗുണനെ പറ്റിയ 3-6 ചില അവിടുത്തെ പിള്ളേർ ഇച്ചിരി ഇതൊക്കെ ഉണ്ടായത് എൻജോയ് ചെയ്യാൻ പറ്റാത്തതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ട്രാജഡി അല്ലേ. എന്നുവെച്ചാൽ ചാറ്റ് GPT ഒന്നും ഇനി ചില്ല് ചെയ്യും അല്ലേ. അതിൻ്റെങ്ങാട്ടി കൂടുതൽ ജോലി പോകും. ഇതിന്റെ മോളിൽ എന്ത് ബിൽഡ് ചെയ്യാന്ന് ചിന്തിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോഴും. ഒരു മനുഷ്യന്റെ ബേസിക് കാര്യങ്ങൾ. പക്ഷെ ചാറ്റ് GPTയുടെ പെനട്രേഷൻ ഒക്കെ പക്ഷെ പല ചിലയിടങ്ങളിലൊക്കെ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് ഈ വർക്ക് ചെയ്യുന്ന ഒരു ലെവലിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എല്ലായിടത്തും ആയിട്ടില്ല. ഇപ്പൊ ആക്ച്വലി ഒരു പ്രസന്റേഷൻ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ചാറ്റ് GPT എടുത്ത് പറഞ്ഞാൽ മതി. എനിക്ക് ഒരു ട്രെയിനിങ് മാനുവൽ എന്താണ് നേരത്തെ ഞാൻ ചെയ്തോണ്ടിരുന്ന പറഞ്ഞാൽ ഞാൻ പുതിയൊരു ടീമിനെ ഹയർ ചെയ്താ എനിക്കൊരു ട്രെയിനിങ് മാനുവൽ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കി നോട്ട് എഴുതിയൊക്കെ ചെയ്യണം. ഇപ്പം ഞാൻ ചാറ്റ് GPT എടുത്ത് വെറുതെ പറഞ്ഞത് എനിക്ക് ഇങ്ങനത്തെ ജോലിയാണ്, എനിക്ക് ഈ 4 ടാസ്ക്കാണ്, ഇതിനൊരു ട്രെയിനിങ് മാനുവൽ ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞാൽ ചാറ്റ് GPT ഒരു 5-6 പേജ് ഡോക്യുമെന്റ് വളരെ ഫോർമാറ്റ് ചെയ്ത് തരും. അതിൻ്റെ കൂടെ ഞാൻ പറയും എൻ്റെ ഈ കമ്പനിയുടെ ലോഗവും കൂടെ സൈഡിലിട്ട് കളർ സ്കീം ഇത് ചെയ്യുന്ന പറഞ്ഞാൽ കറക്റ്റ് സാധനം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ MBS കാര്യങ്ങൾ എളുപ്പമായി എന്ന് പറയാല്ലേ. എല്ലാവർക്കും ഇപ്പോഴത്തെ പിള്ളേർ അസൈൻമെന്റ് ചെയ്ത ഇത് എനിക്കിപ്പോൾ ചാറ്റ് GPT വന്ന ഒരു ഔട്ട്പുട്ട് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ അസൈൻമെന്റ് നേരത്തെ നമ്മൾ പ്ലഗറിസം പൊക്കുമായിരുന്നു. അതായത് നമ്മൾ അസൈൻമെന്റ് പൊക്കുമ്പോൾ കോപ്പി അടിക്കുമ്പോൾ അവർ വിളിച്ചില്ല. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഞാനൊരു സാധനം എടുത്ത് ചാറ്റ് GPT കൊടുത്തിട്ട് ചാറ്റ് GPT എന്ന് പറഞ്ഞാൽ ഇതൊന്ന് മാറ്റി ഇരുത്താന്ന് പറഞ്ഞാൽ എന്റെ വിദ്യാഭ്യാസത്തിന് കുറവാ. അതെ, ചെറിയ കുറച്ച് ഗ്രാമർ മിസ്റ്റേക്കും കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ടീച്ചർമാർക്ക് ഒരു ലെവൽ ഓഫ് ത്രെറ്റനിങ് തോന്നും. കാരണം ടീച്ചർമാർക്ക് അറിയാവുന്നതിൻ്റെയും കാട്ടി ഒരുപാട് കാര്യങ്ങൾ പിള്ളേർക്ക് ഇപ്പോൾ ഒരു അസൈൻമെന്റ് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞാൽ ചുമ്മാ ചാറ്റ് GPT എടുത്ത് പറഞ്ഞാൽ ചാറ്റ് GPT ഉണ്ടായി കൊടുക്കും. അത്രേ ഉള്ളൂ. നമ്മൾ 4-5 ദിവസം കഷ്ടപ്പെട്ടത് ഇപ്പോൾ ഒരു 5 മിനിറ്റ് കിട്ടാവുന്ന ഒരു ഔട്ട്പുട്ടാണ്. അതിനേക്കാളും എങ്ങനെ ചിന്തിക്കാന്നുള്ളൊരു വേറെ കുറെ സ്റ്റൈൽ ഓഫ് ടീച്ചിങ് ഇതുണ്ട്. ഇപ്പം ചില സ്റ്റൈൽ ഓഫ് ടീച്ചിങ് പറയുന്നത് പറഞ്ഞാൽ പിള്ളേരെ എഴുതാനും കണക്കിന് മുമ്പേയൊക്കെ ആദ്യം വരയ്ക്കാനാണ് പഠിപ്പിക്കുക. സാധാരണ ഒരു കുട്ടിക്ക് ആദ്യം കിട്ടുന്നത് വരയ്ക്കുക. പിന്നെ ചില എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്താണ് പഠിക്കേണ്ടതെന്ന് പിള്ളേരാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് അവർക്ക് ടെക്സ്റ്റ് ബുക്ക് കൊടുക്കില്ല, അവർക്കൊരു നോട്ട് ബുക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും എന്താണ് അവർക്ക് ക്യൂരിയോസിറ്റി തോന്നുന്നത് ആ സാധനത്തിനെ പറ്റി എഴുതുക, ആ സാധനത്തിനെ പറ്റി പഠിക്കുക, ആ സാധനത്തിനെ പറ്റി വായിക്കുക. ഇപ്പോൾ എവിടെയെങ്കിലും പോയപ്പോൾ ഒരു ആനിമലിനെ കണ്ടു. അപ്പോൾ കുട്ടിക്ക് തോന്നുന്നു ആനിമൽ എന്താണെന്ന് പഠിച്ചു കളയാം. അപ്പോൾ കുട്ടി ആനിമലിനെ പറ്റി പഠിക്കുന്നു, നോട്ടിൽ നോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു
അതായത് കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ, അങ്ങനത്തെ ഒരു ട്രെയിനിങ് വരിക. പിന്നെ ഈ ഇൻസെക്യൂരിറ്റി അടിച്ച് കേൾപ്പിക്കാതെ, അതായത് കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ടുവരാതിരിക്കുക, അതൊക്കെയാണ് ഒരുപാട് പ്രശ്നം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ ഇത് ലിമിറ്റഡ്. വളരെ പ്രിവിലേജ്ഡ് ആൾക്കാർക്ക് പറ്റും. അവിടെയാണ് വ്യത്യാസം. അതായത് വീട്ടിൽ കാശുണ്ട്, എനിക്ക് കാശ്, അതായത് ഞാൻ ഈ ക്യാപിറ്റലിസത്തിൽ എൻട്രി ചെയ്യേണ്ട എന്നുള്ളൊരു പ്രിവിലേജ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, അതായത് മാനം മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി, ഇതിലോട്ട് ഇനി ആഡും ചെയ്യേണ്ട സബ്ട്രാക്റ്റും ചെയ്യേണ്ട എന്നുള്ള ലെവലിൽ വരുമ്പം ഇതൊരു നല്ല സിസ്റ്റമാണ്. അതായത് പിന്നെ ഇവർക്ക് ഇൻഡിവിജ്വൽ നല്ല സ്കൂളിൽ 4-5 ലക്ഷം, മറ്റേ നമ്മുടെ ഒരു ഫ്രണ്ട് പോകുന്ന ഒരു സ്കൂളുണ്ട്, മറ്റേ ആര്യമുരളി പോകുന്ന മറ്റേ നോർവീജിയൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ള സ്കൂളുണ്ട് ബാംഗ്ലൂരിൽ. അതിലാണെങ്കിൽ ഒരു ടീച്ചറിന് 16 പിള്ളേർ. ടീച്ചർ എന്നല്ല പറഞ്ഞത്, പ്ലേ മേക്കർ എന്നാണ് പറയണത്. അതായത് അതായത് അനീസിക അത് എന്ന് വെച്ചാൽ പിള്ളേരെ ഓരോ ഗെയിംസ് വരി പഠിപ്പിക്കുക, പിള്ളേരെ ഗെയിംസ് കളിപ്പിക്കുക, ഓരോ ടാസ്ക് ചെയ്യിപ്പിക്കുക, അതിൽ നിന്ന് കുട്ടികൾ ഇൻഫർ ചെയ്യണ പഠിക്കട്ടെ, അങ്ങനത്തെ ഒരു കൃഷി ചെയ്യിപ്പിക്കും. അല്ല ഈ ഗവൺമെന്റ് സ്കൂളുകളിലും പഠന രീതി മാറ്റണതിന് പറ്റിയിട്ടൊക്കെ അതൊക്കെ ഒരു വലിയ ഡിസ്കഷനാണ് പഠനം നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ എഡ്യൂക്കേഷനിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറവല്ലേ ഓരോ ബജറ്റിലും? എഡ്യൂക്കേഷനിലോട്ട് അതാണ് ചില ഈ നമ്മുടെ കേരളത്തെ ഗുണം, കേരളത്തിൽ കുറച്ച് നാട് കമ്മ്യൂണിസ്റ്റ് ഒക്കെ നിന്നതുകൊണ്ട് കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര ബെറ്ററാണ്, ഹെൽത്ത് കെയർ സിസ്റ്റം ഭയങ്കര ബെറ്ററാണ്. പക്ഷേ കുറച്ചുകൂടെ വേറെ ഗവൺമെൻറ്റ്സ് ഒക്കെ കൂടുതൽ അത് കട്ട് ചെയ്ത് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറിലോട്ടും ഇൻഡസ്ട്രിയൽ സാധനങ്ങളിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ആക്ച്വലി ഭയങ്കര മോശമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും നാൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഫോഴ്സ് ഉണ്ടായിരുന്നതിൻ്റെ ഒരു ഗുണം ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ലെവൽ ഓഫ് ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും ഒക്കെ ബെറ്റർ ആയിരിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിന്റെ വേറെ സ്റ്റേറ്റിലല്ല. ഓ സത്യം, ഹെൽത്ത് കെയർ അവിടുത്തെ ഹെൽത്ത് കെയർ ഒക്കെ മോശമാണ്. എഡ്യൂക്കേഷനും ചില ഗവൺമെന്റ് ലെവലിൽ, അതായത് അവിടെ ഗവൺമെന്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ പഠിത്തത്തിലോട്ട് ഒരു പ്രയോറിറ്റി ഇല്ലാത്ത, അതെ അതെ നിൽക്കുന്ന പുറത്തൊരു ടീച്ചേഴ്സിന് അത്ര പേ ഇല്ല പുറത്തൊന്നും. എൻ്റെ ബാച്ച്മേറ്റ് ആയിട്ട് സിബാനന്ദ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, അവൻ ഒറീസ എന്നായിരുന്നു. അവൻ്റെ അമ്മ അവിടുത്തെ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ്. പക്ഷെ പുള്ളിക്കാരിക്ക് ഈ ഒരു സ്കെയില് പേയ്മെന്റ് ഇല്ല. അവിടെയൊക്കെ ബഡ്ജറ്റ് ഭയങ്കര കുറവാണ് എഡ്യൂക്കേഷൻ, കാരണം അവർക്ക് അത്രയും പോവർട്ടി സാധനം വരുന്നുണ്ടല്ലോ. അധ്യാപകരെ കൂടെ പ്രോപ്പറായി ട്രെയിൻ ചെയ്ത് അയക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഈ സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഒരു ഫണ്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കാണെങ്കിൽ ആക്ച്വലി നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് അറിഞ്ഞു, ഇതിൽ അധ്യാപകന്മാരെയും കുറ്റം പറഞ്ഞിട്ടില്ല, സിസ്റ്റം അങ്ങനെയാണ്. സിസ്റ്റത്തിലൊരു അതാണ് അവസാന സിസ്റ്റത്തിലോട്ടാ വരുന്നത് അല്ലേ? എല്ലാ സിസ്റ്റത്തിന്റെ ആണ്, നമ്മളെല്ലാം ഇതൊക്കെ ആര് വിചാരിച്ചത് നന്നാക്കാൻ പറ്റും? ഏറ്റവും ബേസിക് സെറ്റപ്പ് ഉണ്ടല്ലോ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്, ഏറ്റവും അടിസ്ഥാന ഇതെന്ന് പറയുന്നത് കുടുംബം എന്ന് പറയുന്നുണ്ടല്ലോ, അവിടെ സെറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സെറ്റ് ആയിക്കോളും. മനുഷ്യൻ നമ്മൾ നന്നായ നാട് നന്നായി, നാട് നന്നായ പാകിസ്ഥാൻ നന്നാ, അങ്ങനെ നമ്മൾ നന്നായിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട. ബേസിക് യൂണിറ്റ് നന്നായാൽ മതി. വ്യക്തി നന്നാവുക, കുടുംബം നന്നാവുക, പിന്നെ കമ്മ്യൂണിറ്റി നന്നാവുക, അങ്ങനെ പഞ്ചായത്ത്, ജില്ല, നമ്മുടെ കൺട്രോളിലുള്ള സാധനം നന്നാക്കാൻ നോക്കിയാൽ മതി. ഇത്രയും കുറ്റം പറഞ്ഞപ്പോൾ നല്ലൊരായ അധ്യാപകരെ പറ്റി റെഫർ ചെയ്യാൻ പറ്റാതെ പോയി. നല്ലൊരായ അധ്യാപകരെ കുറിച്ച് നമുക്ക് വേറൊരു എപ്പിസോഡ് ചെയ്യാം. ടീച്ചറിനെ പറ്റി പറഞ്ഞു. എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ലതും ആണ്, നല്ല ഭാഗങ്ങളും ഉണ്ട്. കുറച്ചുകൂടെ നന്നാവട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർത്താം. നമ്മുടെ പഠിത്തം കഴിഞ്ഞില്ല, ഇനിയിപ്പോഴത്തെ പിള്ളേർ എന്നാ ആയിക്കോട്ടെ. പിള്ളേരുടെ അനുഭവങ്ങൾ പറയട്ടെ. നിങ്ങളുടെ ഇപ്പൊ പണ്ട് ട്യൂഷൻ സാർമാർ ചെയ്ത കോഴിത്തരങ്ങൾ പറയുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞ പേരെടുത്ത് പറഞ്ഞ ആരും ശപിക്കരുത്, കാരണം അധ്യാപകന്റെ ശാപം കിട്ടിയാൽ ജോൺ നന്നാവൂല. അപ്പൊ ഈ എപ്പിസോഡ് പണിഷ്മെന്റ്സിനെ കുറിച്ചായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അതില് ഫോക്കസ് ചെയ്തത്. മറ്റൊരു എപ്പിസോഡിൽ കുറച്ചും കൂടി ഊർജ്ജസ്വലരെ ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. ടാറ്റ ബൈ.